കേട്ടിട്ട് നമുക്ക് തിരിച്ചു. മെന്റൽ ഹെൽത്തിനോടൊപ്പം ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങളും നമ്മൾ ഇതിന്റെ ഒപ്പം പഠിക്കും. ഓക്കെ, സോ അപ്പൊ എല്ലാവർക്കും ആൻഡ് ടുഡേ ഇസ് ദ ഡേ. എല്ലാവർക്കും ആദ്യം തന്നെ ഈ ഒരു 10-day വെബിനാർ സീരീസ് ഇത്രയും സക്സസ്ഫുൾ ആക്കിയിട്ട് തന്നതിന് ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. മേക്ക് മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഫോർ ഓൾ എ ഗ്ലോബൽ പ്രയോറിറ്റി എന്നുള്ളതാണ് 2022 തീം. ഈ കഴിഞ്ഞ 9 ദിവസവും നമ്മൾ മെന്റൽ ഹെൽത്ത് നിലനിർത്താനും ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരുപാടധികം ടിപ്സ് നമ്മൾ കാണുകയുണ്ടായി. അതിനെല്ലാം നമ്മൾക്കൊരു സോഫ്റ്റ്വെയർ ആയിട്ട് കരുതാമെങ്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ചക്രപാണി സാറിൽ നിന്ന് നമ്മൾ അറിയാൻ പോകുന്നത് അതിന്റെ ഒരു ഹാർഡ്വെയർ, അതിന്റെ ന്യൂറോ സയൻസ് എന്താണെന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അതിന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് സാർ. നമ്മൾ തുടക്കത്തിൽ പറയണ്ടായി, അതായത് ന്യൂറോ സയൻസ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്ക് ഞങ്ങൾക്ക് വാതിൽ തുറന്നു തന്നത് സാറിന്റെ സെഷൻസ് ആണ്. അപ്പോ പ്രചോദനയുടെ പേരിലും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മലനാട് ബ്രാഞ്ചിന്റെ പേരിലും കേരള കൗൺസിലേഴ്സ് ഫോറത്തിന്റെ പേരിലും സാറെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് അവർ ഡിയർ പാർട്ടിസിപ്പന്റ്, നിങ്ങളില്ലാതെ ഈ ഓരോരുത്തരുമാണ് പ്രചോദനയുടെ പ്രചോദനം. സോ with the gratitude I welcome you all. And on the official note, നമ്മുടെ ഇന്നത്തെ സ്പീക്കർ ഓഫ് ദ ഡേ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്രചോദനയുടെ കോ-ഫൗണ്ടറും കേരള കൗൺസിലേഴ്സ് ഫോറത്തിന്റെ സെക്രട്ടറിയുമായ മിസസ് ആലിസ് പൗലോസിനെ ക്ഷണിക്കുന്നു. ഓവർ ടു യു മാം. Thank you, Usha. Thank you, Usha. The journey of the webinar ends today. ഇതൊരു ജേർണി തന്നെയായിരുന്നു. ഇത് തുടങ്ങിയതിന്റെ ഇടയിൽ പലരും നമ്മളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളത്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് അവർ നെറ്റ്വർക്ക്. ആ നെറ്റ്വർക്കാണ് ഞങ്ങളുടെ നെറ്റ്വർക്ക്. അത് ആക്ച്വലി കൊറോണയിലാണ് ഞങ്ങൾക്ക് കൂടുതലും ബെനിഫിഷ്യൽ ആയത്. അങ്ങനെ നമ്മുടെ ഈ വെബിനാറിന്റെ ലാസ്റ്റ് ഡേയിലേക്ക് വന്നു. ഡേ 10 മെന്റൽ ഹെൽത്ത് ഡേ ആണെന്ന്. ഓവറോൾ വെൽനെസിനെ കുറിച്ചിട്ട് നമ്മളോട് പറയാൻ എത്തിയിരിക്കുന്ന ഡോക്ടർ ബേബി ചക്രപാണി. ലെറ്റ് മീ ഫോർമലി ഇൻട്രൊഡ്യൂസ് today's speaker. He is assistant professor at the Department of Biotechnology and the director, Center for Neuroscience, Cochin University of Science and Technology. He worked as a postdoctoral researcher at Van Andel Research Institute, Michigan, USA, and as a research fellow at the Department of Pharmacology, National University of Singapore. He received PhD degree in the field of neuroscience from the Center for Neuroscience, University of Freiburg, Germany, and MSc degree in biotechnology from CUSAT. He also worked as a research associate at IIT Kanpur and received training in the field of neuroimaging from the Harvard Center for Biological Imaging, Harvard University. His academic interests and research focus include neuroscience, stem cell research, neurodegeneration, and neuroregenerative therapies. ഇന്ന് നമ്മൾക്ക് കേൾക്കാം ഈ മെന്റൽ ഹെൽത്തും ന്യൂറോ സയൻസും തമ്മിലുള്ള ബന്ധം. സാറിന്റെ ഒരുപാട് സ്പീച്ചസ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഞാൻ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് നിങ്ങളെ പോലെ തന്നെ. സോ ഐ പ്രൗഡ്ലി ആൻഡ് വെൽക്കം യു സർ ഫോർ ദിസ് today's speech or today's webinar. Over to you, sir. Thank you. Audible, Anna? Yes, sir. Okay. So thank you once again. ഇത്രയും നല്ലൊരു പ്രോഗ്രാം 10 ദിവസം നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയല്ല. അപ്പൊ അതിന് വളരെയധികം
സന്തോഷമുണ്ട്, അതുപോലെ തന്നെ എ ബിഗ് കൺഗ്രാറ്റുലേഷൻ. ബിക്കോസ് ഇങ്ങനത്തെ ഒരു കാര്യം സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാൻ അത്ര എളുപ്പവും അല്ല. അതുപോലെ തന്നെ ആൾക്കാരെ ഇത്രയും പാർട്ടിസിപ്പേഷനും കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും എഫേർട്ടിനെ ഞാൻ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുന്നു. ഇപ്പൊ ആലീസ് മാഡത്തിനും ഡോക്ടർ ഉഷയ്ക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഇന്നത്തെ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആസ് ആലീസ് മാഡം വാസ് ഡിസ്കസിങ് അബൌട്ട് ദ മെന്റൽ ഹെൽത്ത് ആൻഡ് ഓവറോൾ വെൽനെസ്. അപ്പൊ ഇത്രയും ദിവസം നിങ്ങൾ 9 ദിവസം കേട്ടേക്കണ കാര്യങ്ങൾ ഓരോന്നും പല ആസ്പെക്റ്റ് ആയിരുന്നു. സോ റിഗാർഡിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്റ്, അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ലോയിൻ്റെ ആസ്പെക്റ്റ് ഉണ്ടായി, ബാക്കി മെന്റൽ ഹെൽത്തിലുള്ള ഡിഫറെന്റ് ആസ്പെക്ട്സ് നിങ്ങൾ ഇതുവരെ ഡീൽ ചെയ്ത്. ഇപ്പൊ നേരത്തെ ഡോക്ടർ ഉഷ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ all these changes are happening within your neural network. അപ്പൊ ആ ബ്രെയിനിൽ വന്ന ചേഞ്ചസ് ആണ് നിങ്ങളുടെ ബിഹേവിയർ ആയിട്ട് റിഫ്ലക്ട് ചെയ്യണത്. അപ്പൊ നമ്മൾ എന്ത് ഫീഡ് ചെയ്യണ് അതനുസരിച്ചാണ് അൾട്ടിമേറ്റ്ലി റെസ്പോൺസ് വരുന്നത്. സോ യു ആർ റെസ്പോൺസിബിൾ ഫോർ ഓൾ യുവർ ബിഹേവിയേഴ്സ്. നമ്മൾ ഗ്രാജുവൽ ആയിട്ട് ഫീഡ് ചെയ്യണ കാര്യങ്ങൾ, നമ്മളിപ്പോ ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തു നിന്നുള്ള കുറെ ഇംപ്രഷൻസ് നമ്മുടെ ബ്രെയിനിൽ നെറ്റ്വർക്ക് ആയിട്ട് ബിൽഡ് ചെയ്യും. അതേപോലെ തന്നെ പല ചേഞ്ചസും നമ്മൾ എൻവയോൺമെന്റൽ ഇന്ററാക്ഷൻ വഴി ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാമാണ് ആക്ച്വലി നമ്മുടെ ക്യാരക്ടറായിട്ട് മാറുന്നത്. സോ ടുഡേ വി വിൽ ബി ഡിസ്കസിങ് ഹൗ ദീസ് ചേഞ്ചസ് ആർ ഹാപ്പനിങ് അറ്റ് ദ ന്യൂറോണൽ ലെവൽ, അല്ലെങ്കിൽ നമ്മുടെ മോളിക്കുലർ ലെവലിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് നടക്കണേ എന്നുള്ള കാര്യം. അപ്പൊ അതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടാകാൻ കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു ടോപ്പിക്കിന്റെ റിലവൻസ് വരുന്നത് is because 1 in every 8 people in the world is living with some kind of mental issues എന്നാണ് WHO 2019 സർവേയിൽ പറയണത്. ആൻഡ് ആഫ്റ്റർ ദിസ് പോസ്റ്റ് കോവിഡ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ പാൻഡമിക് കഴിഞ്ഞിട്ടുള്ളതിൽ എണ്ണം ഇതിനേലും വളരെയധികം കൂടിയിട്ടുണ്ടെന്നാണ്. പക്ഷെ നമുക്ക് ഇതുവരെ ആ റീസെന്റ് ഡാറ്റ കിട്ടിയിട്ടില്ല. ബട്ട് യു ക്യാൻ ഇമാജിൻ 8 പേരെടുത്ത ഒരാൾക്ക് എന്തെങ്കിലും മെന്റൽ ഇഷ്യൂസ് അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ് ഉണ്ടെന്ന് പറയുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ ഈ ഒരു ഡേ, ഈ ഒരു ഒബ്സർവൻസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1 ബില്യന്റെ അടുത്ത് ആൾക്കാര് എന്തെങ്കിലും ഈ ഒരു മെന്റൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഈ ഒരു മെന്റൽ ഹെൽത്ത് അവയർനെസിന്റെ ഇമ്പോർട്ടൻസ് ശരിക്കും ആവശ്യമുള്ള ഒരു പോപ്പുലേഷൻ ഉണ്ട്. സോ ഇതിലേക്ക് എത്തണ ഈ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ കുറെ ആൾക്കാരും കൂടെ ഈ ഒരു ചേഞ്ചസിൽ വന്നിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പൊ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കേസസ് കാണുന്നത് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ ആണ്. അതാണ് മോസ്റ്റ് കോമൺ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ദാറ്റ് വി സീ അറൌണ്ട് ദ വേൾഡ്. ആൻഡ് ഇതിന്റെ ഏറ്റവും ട്രാജിക് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ ഈ മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് വന്നിട്ടുള്ള ആൾക്കാർ ബാക്കി ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ 10 to 20 years അവരുടെ മരണം പെട്ടെന്ന് നടക്കുമെന്നാണ് പറയണം. സോ ഈ ഒരു മെന്റൽ ആങ്സൈറ്റി, ഡിപ്രഷൻ, അതുപോലെ തന്നെ സെവറൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അഫക്റ്റിംഗ് ദെയർ മൈൻഡ്, പക്ഷെ എൻറ്റയർ ബോഡീനെ ബാധിക്കാൻ തുടങ്ങും. കാരണം എൻറ്റയർ സിസ്റ്റം ഈസ് കൺട്രോൾഡ് ബൈ ദ നെറ്റ്വർക്ക്സ് ഇൻ ദ ബ്രെയിൻ. അപ്പൊ ആ ബ്രെയിനിൽ വന്ന ചേഞ്ചസ്, ലെറ്റ് ഇറ്റ് ബി മോർ സ്ട്രെസ്ഫുൾ കണ്ടീഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്രസീവ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം റിഫ്ലക്ട് ചെയ്യണത് ഓവറോൾ ഹെൽത്തിലാണ്. ഇപ്പൊ എന്തൊക്കെയാണ് ഈ മെയിൻ കണ്ടീഷൻ എന്ന് അറിയണതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ബ്രെയിൻ എന്താണെന്നും ബ്രെയിനിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സും ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. സോ വൈ വി കൺസിഡർ ഹ്യൂമൻ ബ്രെയിൻ ആസ് സച്ച് എ കോംപ്ലെക്സ് ഓർഗൻ. സോ സൊസൈറ്റി ഫോർ ന്യൂറോ സയൻസ് പറയണമെന്ന് വെച്ചാൽ എൻറ്റയർ യൂണിവേഴ്സിൽ ഏറ്റവും കോംപ്ലെക്സ് ആയിട്ടുള്ള ലിവിങ് എൻറ്റൈറ്റി ഹ്യൂമൻ ബ്രെയിൻ ആണെന്നാണ്. അപ്പൊ അതിന് മെയിൻ ആയിട്ടുള്ള കാരണം പറയണത് വി ഹാവ് 100 ബില്യൺ ന്യൂറോൺസ് എന്ന് വെച്ചാൽ 1 കഴിഞ്ഞിട്ട് 11 0. ആൻഡ് ഈച്ച് ന്യൂറോൺ ക്യാൻ ഫോം അറൌണ്ട് 10,000 ഡിഫറെന്റ് കണക്ഷൻസ്. ഒരു ആവറേജ് 10,000 കണക്ഷൻസ് ഓരോ ന്യൂറോൺസിനും ഉണ്ടാകാം. സോ യു ക്യാൻ ഇമാജിൻ ദ ടോട്ടൽ നമ്പർ ഓഫ് കണക്ഷൻ ഇൻ അവർ ബ്രെയിൻ, ദാറ്റ് ഈസ് മില്യൺ ബില്യൺ. നമ്മൾ ഓരോ കാര്യം പുതിയതായിട്ട് ഒരു നെഗറ്റീവ് ലൂപ്പിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോഴത്തേക്കും ദ നെറ്റ്വർക്ക് ഈസ് ബിക്കമിങ് ഹ്യൂജ് ആൻഡ് ഹ്യൂജ്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ആ ഒരു ക്യാരക്ടറിൽ ചേഞ്ച് വരുന്നത്. അപ്പൊ നമ്മൾ ഡെലിബറേറ്റ് എഫേർട്സ് എടുത്തിട്ട്
ഈ നെഗറ്റീവ് ലൂപ്പിലേക്ക് പോകാതെ നോക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇങ്ങനത്തെ ഏതൊരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിലേക്ക് എത്തുന്നതിന് മുമ്പ്. ആൻഡ് ദിസ് എൻറ്റയർ വയറിംഗ് മേക്സ് us who we are. നമ്മുടെ എൻറ്റയർ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഈസ് ദ അക്യുമുലേഷൻ ഓഫ് ഓൾ ദീസ് വയറിംഗ്സ് ദാറ്റ് വി ഹാവ് ബിൽഡ് അപ്പ് ഇൻ അവർ ബ്രെയിൻ. ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ ബ്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ ദീസ് ന്യൂറോൺസ് ആർ നോട്ട് ഡയറക്ട്ലി കണക്റ്റഡ്. ഇപ്പോൾ ദർ ആർ 2 types ഓഫ് സിനാപ്സസ്. നമ്മൾ സിനാപ്സ് എന്ന് പറഞ്ഞാൽ ജംഗ്ഷനെ പറയണം. സോ ദർ ആർ ഇലക്ട്രിക്കൽ സിനാപ്സ് വിച്ച് ആർ ലെസ് ഇൻ നമ്പർ. മെജോറിറ്റി ഓഫ് ദ സിനാപ്സസ് ആർ കെമിക്കൽ സിനാപ്സസ്. ഇപ്പൊ ഇലക്ട്രിക്കൽ സിനാപ്സിൽ നേരിട്ട് അയോണിക് ഫ്ലോ നടക്കും. അത് ഐസിന്നും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ സെൻസ് ഓർഗൻ ഇയേഴ്സിൽ നിന്നൊക്കെയാണ് കുറച്ച് ഇലക്ട്രിക്കൽ സിനാപ്സസ് ഉള്ളത്. ബട്ട് മെജോറിറ്റി ഓഫ് ദ സിനാപ്സസ് അല്ലെങ്കിൽ ന്യൂറോണൽ കണക്ഷൻസ് നമ്മൾ പറയണത് കെമിക്കൽ സിനാപ്സ് ആണ്. ഇപ്പോൾ ഒരു ന്യൂറോൺ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ന്യൂറോണിലേക്ക് കണക്ഷൻ വരുമ്പോഴത്തേക്കും ദർ ഇസ് എ സ്മോൾ ഗ്യാപ്പ് വിച്ച് ഇസ് കോൾഡ് ദ സിനാപ്സ്. ആൻഡ് ത്രൂ ദീസ് സിനാപ്സ് the transmission happens in a chemical manner, that is through the neurotransmitters. അപ്പോൾ ഇലക്ട്രിക്കൽ ഫ്ലോ ആക്സോൺസിലൂടെ വരും, അത് കഴിഞ്ഞിട്ട് സിനാപ്സിൽ എത്തുമ്പോഴത്തേക്ക് ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വിച്ച് വിൽ ബി റിലീസ്ഡ് ഇൻ ടു ദ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഈ ഗ്യാപ്പിനെ നമ്മൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയും. ആ സിനാപ്റ്റിക് ക്ലെഫ്റ്റിൽ നിന്ന് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിസീവ് ചെയ്യണത് അടുത്ത ന്യൂറോൺസ് ആയിരിക്കും. എന്നിട്ടാണ് ആ കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂ ചെയ്യണം. സോ വി കോൾ ദ എൻറ്റയർ ന്യൂറോണൽ കമ്മ്യൂണിക്കേഷൻ ആസ് ഇലക്ട്രോ കെമിക്കൽ. ഇതാണ് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൽ നടക്കണം. സോ ദി സിനാപ്സിന്റെ ഇമ്പോർട്ടൻസ് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാ ഇലക്ട്രിക്കലിൽ പോരെ എന്നുള്ള ചോദ്യം എപ്പോഴും കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്. കാരണം അതല്ലേ ഫാസ്റ്റ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പക്ഷേ ഈ കെമിക്കൽ സിനാപ്സ് ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മൂഡിലാണെങ്കിൽ ആ മൂഡ് തന്നെയായിരിക്കും നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. നമുക്ക് അതിന് അൾട്ടറേഷൻസ് വരുത്താനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. Because of these neurotransmitters, we are able to change our mental like thought processes. അപ്പോൾ അതെല്ലാത്തിനും നമുക്ക് ഈ ഓപ്ഷൻ കിട്ടുന്നത് is based on the synaptic transmission. ഇന്നത്തെ ടോക്കിന്റെ മെയിൻ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറോൾ എങ്ങനെ നമ്മൾ ഈ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണം ടു മെയിൻറ്റെയിൻ എ healthy network. So according to the father of neuroscience, Santiago Ramon Cajal പറയണ എവറി മാൻ ക്യാൻ ഇഫ് ഹി ഡിസയേഴ്സ് ബിക്കം ദ സ്കൾപ്ചർ ഓഫ് ഹിസ് ഓൺ ബ്രെയിൻ. അപ്പൊ നമ്മളാണ് ആക്ച്വലി ഡിറ്റർമിൻ ചെയ്യണം. നമ്മളെപ്പോഴും സൊസൈറ്റീനെ കുറ്റം പറയും, അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്ങിനെ കുറ്റം പറയും. പക്ഷേ ഇത് അൾട്ടിമേറ്റ്ലി നമ്മുടെ നെറ്റ്വർക്കിലാണ് മാറ്റം വരുന്നത്. നമ്മൾ ഓരോ കാര്യം എന്റർടൈൻ ചെയ്യുമ്പോഴും ആക്ച്വലി വി ആർ ബിൽഡിങ് ദാറ്റ് നെറ്റ്വർക്ക്. നമ്മൾ എപ്പോഴും റിലാക്സ് ചെയ്യാൻ വേണ്ടി സീരിയൽ കാണും. ആ സീരിയലിന്റെ ഒക്കെ കുറെ മെന്റൽ ഇംപ്രഷൻ നമ്മുടെ ബ്രെയിനിൽ അറിയാതെ തന്നെ പതിഞ്ഞുകൊണ്ടിരിക്കണേ. ആൻഡ് ദാറ്റ് ഈസ് ഗ്രാജുവലി ബിക്കമിങ് യുവർ ക്യാരക്ടർ. അപ്പൊ അങ്ങനെ നമ്മൾ എന്റർടൈൻ ചെയ്യണ കാര്യങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മുടെ നെറ്റ്വർക്ക് ബിൽഡ് ആവുന്നത്. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ആ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ എന്റർടൈൻ ചെയ്യുമ്പോൾ, അല്ലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു തോട്ട് പ്രോസസ് എന്റർടൈൻ ചെയ്യുമ്പോൾ there is changes happening in the network, and this makes new connections. And this ability of the neurons to form new connections based on the input that we give is called the neuroplasticity. Basic concept എന്ന് പറഞ്ഞാൽ നമ്മൾ നെർവസ് സിസ്റ്റത്തിൽ പറയണതെന്ന് വെച്ചാൽ ലൈക്ക് ന്യൂറോൺസ് ഫയർ അലൈക്ക് എന്നാണ്. എന്ന് വെച്ചാൽ ഒരേപോലെ കുറെ കണക്ഷൻസിലുള്ള ന്യൂറോൺസ് ഒരേപോലെ ഫയർ ചെയ്യും, അല്ലെ ഒരേ പോലത്തെ കണക്ഷൻസ് കൊണ്ടുപോകും. അതേപോലെ തന്നെ വെൻ വി യൂസ് മോർ ഓഫ് ദിസ് നെറ്റ്വർക്ക് വി ബിൽഡ് അപ്പ് ദ നെറ്റ്വർക്ക്. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാതിരിക്കും തോറും ദോസ് നെറ്റ്വർക്ക് ഗെറ്റ്സ് വീക്കർ ആൻഡ് വീക്കർ. സോ ദ കോൺസെപ്റ്റ് ഈസ് യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്. ഇപ്പൊ ഈ ഒരു എൻറ്റയർ പ്രോസസ്സ് നമ്മൾ ന്യൂറോജെനിസിസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഉണ്ട്. ന്യൂറോജെനിസിസ് ഈസ് ഫോർമേഷൻ ഓഫ് ന്യൂ ന്യൂറോൺസ്. ഇപ്പോൾ ഫോർമേഷൻ ഓഫ് ന്യൂ ന്യൂറോൺസ് വളരെ യങ്ങർ സ്റ്റേജിലാണ് പ്രോമിനന്റ് ആയിട്ട് നടക്കുന്നത്. അഡൾട്ട് ന്യൂറോജെനിസിസ് വളരെ റെയർ ആണ്. നമ്മൾ അഡൾട്ട് ഹ്യൂമൻ ബീങ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 800 to 1000 ന്യൂറോൺസ് മാത്രമാണ് ഒരു ദിവസം ഫോം ചെയ്യണം. ബാക്കി നമ്മൾ ആ 100 ബില്യനെ കമ്പയർ ചെയ്യുമ്പോൾ ദിസ് 800 to 1000 ഈസ് വെരി നെഗ്ലിജിബിൾ നമ്പർ. അപ്പൊ ആ ചേഞ്ചസ് കൂടുതലും വന്നത് ന്യൂറോജെനിസിസ് കൊണ്ടല്ല, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കൊണ്ടാണ്. പ്ലാസ്റ്റിസിറ്റി ഈസ് ലൈക്ക് ബിൽഡിങ് ന്യൂ കണക്ഷൻസ് ഇൻ ദ ബ്രെയിൻ. അപ്പോൾ ഒരു ന്യൂറോൺസിൽ നിന്ന് തന്നെ പുതിയ ബ്രാഞ്ചിങ് അല്ലെങ്കിൽ സ്പ്രൗട്ടിങ്സ് ഉണ്ടായിട്ട്
പുതിയ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ദ ന്യൂറോപ്ലാസ്റ്റിസിറ്റി. അപ്പോൾ ദിസ് ഈസ് ദ മോസ്റ്റ് ക്രൂഷ്യൽ പാർട്ട് ഓഫ് എൻറ്റയർ നമ്മുടെ ക്യാരക്ടർ ഫോർമേഷനും എല്ലാത്തിനും നമ്മുടെ ബിഹേവിയറിനും ന്യൂറോപ്ലാസ്റ്റിസിറ്റിയാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ റീറ്റെയിനിങ് മെമ്മറി. ഇറ്റ് ക്യാൻ ഇംപ്രൂവ് യുവർ മൂവ്മെന്റ്സ്. നമ്മളൊരു കാര്യം റെഗുലർ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വി ബിക്കം പെർഫെക്റ്റ് ഇൻ ദാറ്റ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ മസിൽസ് അല്ല ചേഞ്ച് ആണ്, ആക്ച്വലി the neural networks is building up and that will drive your muscles to do that action. അതേപോലെ തന്നെ ആ ഡെയിലി ടാസ്ക് ചെയ്യാനായിട്ട് എല്ലാം എളുപ്പമാകാൻ തുടങ്ങുന്നത് നമ്മൾ ഈ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യും തോറുമാണ്. ഈ മെക്കാനിസത്തിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റർ ലെവൽ ചേഞ്ച് ആണ്. ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വന്നിട്ട് ആദ്യം ആ സ്ട്രെങ്തനിങ് നടക്കും. സോ വെൻ എവർ വി ആർ എന്റർടൈനിങ് എ തോട്ട് ഫോർ മോർ ദാൻ വൺസ്, അല്ലെങ്കിൽ നമ്മൾ ആ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കും there will be more neurotransmitters that will be released. ആ ന്യൂറോട്രാൻസ്മിറ്റേഴ്സിന്റെ അളവ് കൂടുമ്പോൾ it can't afford to hold on to the entire neurotransmitters that has been synthesized. അപ്പൊ എന്താ സംഭവിക്കണേന്ന് വെച്ചാൽ പയ്യ സ്പ്രൗട്ടിങ്സ് വരാൻ തുടങ്ങും. ആൻഡ് ദാറ്റ് വിൽ മേക്ക് ദ സ്ട്രക്ചറൽ ചേഞ്ച്. ആദ്യം സ്ട്രെങ്തനിങ് ഓഫ് സിനാപ്സ് വരും. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ സ്ട്രെങ്തൻഡ് ആകണ ഏരിയ കൂടുതൽ കണക്ഷൻസ് ഫോം ചെയ്യാൻ തുടങ്ങും, ബാക്കി നെറ്റ്വർക്ക് വീക്കർ ആകാൻ തുടങ്ങും. ആൻഡ് സ്ലോലി ദ അനാറ്റമിക്കൽ ചേഞ്ചസ് ഹാപ്പൻ. അത് കഴിയുമ്പോഴാണ് ആ സ്പ്രൗട്ടിങ്ങും അതുപോലെ തന്നെ ന്യൂ കണക്ഷൻസ് ഫോം ചെയ്യണം. ആൻഡ് ദിസ് ലീഡ്സ് ടു ദ സ്ട്രക്ചറൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആ സ്ട്രക്ചറൽ ചേഞ്ചസ് ഒരു 3 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും ബ്രെയിനിൽ ആ സ്ട്രക്ചറൽ ചേഞ്ച് വന്നു തുടങ്ങും. അത് കഴിയുമ്പോൾ അത് സ്ലോലി നമ്മുടെ ബിഹേവിയറിൽ മാറ്റം കൊണ്ടുവരും. അതാണ് ആ ഫങ്ഷണൽ പ്ലാസ്റ്റിസിറ്റി. ദാറ്റ്സ് ദ എൻഡ് സ്റ്റേജ്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് അത് നമ്മുടെ ഇംപ്രിന്റഡ് ആവും നമ്മുടെ ബ്രെയിനിൽ. പിന്നെ നമ്മൾ ആ രീതിയിൽ നമ്മുടെ എൻറ്റയർ ബിഹേവിയർ അല്ലെങ്കിൽ ആ ക്യാരക്ടർ മാറി തുടങ്ങും. സോ ഇതിന് നമ്മൾ എപ്പോഴും ചോദിക്കും ഈ സ്ട്രക്ചറൽ പ്ലാസ്റ്റിസിറ്റി അതേപോലെ തന്നെ ഈ നെറ്റ്വർക്ക് ഫോർമേഷൻ ഒക്കെ യങ്ങർ സ്റ്റേജസിലല്ലേ നടക്കണം, നമ്മൾ അത് കഴിഞ്ഞാൽ ഓൾറെഡി പ്രോഗ്രാംഡ് ആയില്ലേ എന്നുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ വരും. പക്ഷെ ഈ പ്ലാസ്റ്റിസിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഏത് ഏജിലും നടക്കുമെന്നാണ് റീസെന്റ് സ്റ്റഡീസ് ഒക്കെ പറയണം. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഈ ഡോക്ടർ സ്നോയിഡൻ ചെയ്തേക്കുന്ന സ്റ്റഡിയാണ്. സോ ദിസ് ഈസ് ഗിവൺ ഇൻ ദ ബുക്ക് ഏജിങ് വിത്ത് ഗ്രേസ്. ഇതിൻ്റെ അകത്ത് എന്താ ചെയ്തേക്കണേന്ന് വെച്ചാൽ ഡോക്ടർ സ്നോയിഡൻ ലൈക്ക് took his group of like study individuals from a monastery. യുഎസിലുള്ള നോട്ടർഡാം എന്ന് പറയുന്ന സിറ്റിയിലെ ഒരു മൊണാസ്ട്രിയിലെ നൺസിലാണ് ഈ സ്റ്റഡി ചെയ്തത്. സോ ഹി കാറ്റഗറൈസ് ദ നൺസ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്. വൺ ഗ്രൂപ്പ് വാസ് അലൗഡ് ടു ലീവ് ആസ് ദേ വിഷ്, അല്ലെങ്കിൽ അവരുടെ നോർമൽ ലൈഫ് സ്റ്റൈലിൽ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത്തെ ഗ്രൂപ്പിനോട് സ്നോയിഡൻ ആസ്ക്ഡ് ടു ഹാവ് സം കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്. ആ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്തൊക്കെയാണ് നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റേജസിൽ ഡിസ്കസ് ചെയ്യും. അത് ഓരോ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും അവർക്ക് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഓരോരോ ട്രെയിനിങ് ആയിരുന്നു. ആൻഡ് ആഫ്റ്റർ 1 or 2 years he compared the cognitive performance of these 2 groups. ഇപ്പോൾ കൺട്രോൾ ഗ്രൂപ്പും ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ടുവന്ന ഗ്രൂപ്പിൻ്റെയും ആ കോഗ്നീറ്റീവ് എബിലിറ്റി ചെക്ക് ചെയ്തപ്പോഴത്തേക്കും മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ അവര് ഡേ ടു ഡേ ചേഞ്ചസ് കൊണ്ടുവന്ന അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ടുവന്ന ഗ്രൂപ്പിൽ വളരെയധികം പെർഫോമൻസിൽ ചേഞ്ച് വന്നു. ദെയർ കോഗ്നീറ്റീവ് എബിലിറ്റി വാസ് സോ ഹൈ. അതിൻ്റെ അകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് കാണിച്ചത് 101 year ഉള്ള സിസ്റ്റർ മേരി എന്ന് പറഞ്ഞ ഒരു നണ്ണായിരുന്നു. അപ്പൊ ഈവൻ ആഫ്റ്റർ 100 years the plasticity is changing the network. അപ്പൊ നമ്മൾ ആ കണ്ടിന്യൂസ് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ബ്രെയിനിൽ അത്രയും പ്രൊഡക്റ്റീവ് ചേഞ്ചസ് വരും, അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ബ്രെയിനിനെ മോൾഡ് ചെയ്തെടുക്കാം. അതാണ് ഈ ഒരു സ്റ്റഡിയിൽ നിന്ന് മനസ്സിലായത്. അപ്പൊ ആ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഈസ് കീ ഫോർ ലൈക്ക് അവർ മെന്റൽ ഇംപ്രൂവ്മെന്റ്, അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് റീസ്റ്റെയിൻ ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദിസ് സ്റ്റഡി വാസ് ഫോളോഡ് ആഫ്റ്റർ ദെയർ ഡെത്ത്. അവരുടെ ബ്രെയിൻ ഓട്ടോപ്സി ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും മെജോറിറ്റി ഓഫ് ഈ 2 ഗ്രൂപ്പിലും ഒരു കാര്യം കണ്ടിരുന്നു. 2 ഗ്രൂപ്പിലും ഏകദേശം അൽഷീമേഴ്സിന് വേണ്ട ബീറ്റാമിലോയിഡ് പ്ലേക്സും ടൗ അഗ്രിഗേറ്റ്സ് ഒക്കെ കണ്ടിരുന്നു. ബട്ട്
ഈ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ടുവന്ന ഗ്രൂപ്പിൽ നൺ ഓഫ് ദ സിസ്റ്റേഴ്സ് ഡെവലപ്ഡ് അൽഷീമേഴ്സ്. പക്ഷെ മറ്റേ ഗ്രൂപ്പിൽ സെവറൽ ഓഫ് ദ നൺസ് ഡെവലപ്ഡ് അൽഷീമേഴ്സ് ആൻഡ് മെമ്മറി ഇഷ്യൂസ്. അപ്പൊ നമുക്ക് മനസ്സിലാണ് ഇതാണ് ഏതൊരു ഏജിലും നമുക്ക് ആ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വഴി ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാം, ഈവൻ അറ്റ് ദ ഏർലി സ്റ്റേജസ് ഓഫ് ദ ഡിമെൻഷ്യ ഓർ അൽഷീമേഴ്സ് കണ്ടീഷൻ. കാരണം നമ്മൾ ആ സമയത്ത് ഏതൊരു ന്യൂറോ ഡീജനറേഷൻ സംഭവിക്കും, അല്ലെ അൽഷീമേഴ്സിന്റെ ഒക്കെ സിംറ്റമാറ്റിക് സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും വി ലൂസ് അറൌണ്ട് 40-50% ഓഫ് ദോസ് ന്യൂറോൺസ്. അപ്പൊ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെൽത്തി ന്യൂറോൺസ് വിൽ സ്പ്രൗട്ട് ആൻഡ് ഫോം ന്യൂ ബ്രാഞ്ചസ് ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദെയർ എൻറ്റയർ ബിഹേവിയർ. അപ്പൊ അത്രയും മാറ്റങ്ങൾ നമുക്ക് ഈവൻ അറ്റ് ദ ഏർലി സ്റ്റേജസ് ഓഫ് ഡിമെൻഷ്യയിലൊക്കെ കൊണ്ടുവരാൻ പറ്റും. സോ ദ നെക്സ്റ്റ് സ്റ്റഡി ഈസ് ഈവൻ മോർ ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ഈ ഒരു സ്റ്റഡി വെച്ച് നമുക്ക് കഴിഞ്ഞ സ്റ്റഡി വെച്ച് നമുക്ക് മനസ്സിലായ എന്താന്ന് വെച്ചാൽ ഏത് ഏജിലും നമുക്ക് ആ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഇൻഡ്യൂസ് ചെയ്യാന്നുള്ള കാര്യം. ഇനി ഇതിൻ്റെ അകത്ത് സെക്കൻഡ് സ്റ്റഡിയില് ദിസ് വാസ് ഡൺ ബൈ പാസ്കൽ ലിയോൺ and he did his experiment in a group of like individuals who were asked to play piano. അപ്പോൾ 3 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചത്. ഒരു ഗ്രൂപ്പിനോട് സ്പെസിഫിക് പിയാനോ എക്സർസൈസ് നമ്മൾ ഹാൻഡ് മൂവ്മെന്റ്സ് വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത്തെ ഗ്രൂപ്പിനോട് സ്പെസിഫിക്കലി അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറഞ്ഞു. മൂന്നാമത്തെ ഗ്രൂപ്പ് കൺട്രോൾ ഗ്രൂപ്പായിട്ട് ഒന്നും ചെയ്യാതെ വെയിറ്റ് ചെയ്ത ഗ്രൂപ്പാണ്. ഈ 3 ഗ്രൂപ്പിന്റെയും ബ്രെയിൻ ആ ഒരു ന്യൂറോണൽ എക്സൈറ്റേഷൻ നോക്കിയപ്പോഴത്തേക്കും ആ ട്രെയിനിങ് കൊടുത്ത ഗ്രൂപ്പിന് കൂടുതൽ ന്യൂറോണൽ ഫയറിംഗ് കാണാൻ പറ്റി. സോ ദ ആക്ടിവേഷൻ വാസ് മോർ ഇൻ ദ ട്രെയിൻഡ് ഗ്രൂപ്പ്. ദാറ്റ് വാസ് എക്സ്പെക്റ്റഡ്. സോ ദ സ്ട്രക്ചറൽ ഗോൾ ഡയറക്റ്റഡ് പ്രാക്ടീസ് വഴി നമ്മൾ കണ്ടിന്യൂസ്ലി ഒരു കാര്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ബ്രെയിൻ്റെ ആ സ്പെസിഫിക് ഏരിയാസ് കൂടുതൽ ആക്റ്റീവ് ആവും ആൻഡ് ദേ വിൽ ഫോം ന്യൂ നെറ്റ്വർക്ക്സ്. ബട്ട് ദ സെക്കൻഡ് ആസ്പെക്ട് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ്. ഇതിൻ്റെ അകത്ത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ സെക്കൻഡ് എക്സ്പെരിമെന്റിൽ വൺ ഗ്രൂപ്പ് വാസ് ആസ്ക്ഡ് ടു പ്ലേ പിയാനോ, ബട്ട് ദ സെക്കൻഡ് ഗ്രൂപ്പ് വാസ് ആസ്ക്ഡ് ടു മെന്റലി വിഷ്വലൈസ് ദ നോട്ട്സ് ഓഫ് ദ പിയാനോ വിത്തൗട്ട് ഈവൻ ടച്ചിങ് ദ പിയാനോ. ഇപ്പൊ പിയാനോ തൊടാതെ ആ എൻറ്റയർ നോട്ട്സ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഫിസിക്കൽ എക്സർസൈസ് ചെയ്ത ഗ്രൂപ്പും ആ മെന്റൽ എക്സർസൈസ് ചെയ്ത ഗ്രൂപ്പിന്റെ ഏകദേശം സിമിലർ ഏരിയാസ് എക്സൈറ്റഡ് ആയി. And the activation was so strong and that was like almost equal to the physical exercise perform ചെയ്ത ഗ്രൂപ്പായിട്ട്. അപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ആ മെന്റൽ സ്റ്റിമുലേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും എപ്പോഴും നെഗ്ലക്ട് ചെയ്യണ കാര്യമാണ്. നമ്മൾ ഓരോ അസോസിയേഷൻസ് ബിൽഡ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഓരോ ആൾക്കാരായിട്ട് കൂട്ടുകൂടുമ്പോഴും ആ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് വളരെയധികം നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവും. നമ്മൾ ആ കളക്ട് ചെയ്യണ ഇൻപുട്സ് എല്ലാം നമ്മുടെ ബ്രെയിനിൽ ആ നെറ്റ്വർക്കിൽ സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. അതാണ് ഈ സീരിയലൊക്കെ റെഗുലർ ആയിട്ട് കാണുന്നവരിൽ അങ്ങനത്തെ ഒരു ഇംപ്രഷൻസ് ക്രിയേറ്റഡ് ആവും. ആൻഡ് വെൻ ദ സെയിം സിറ്റുവേഷൻ ഹാപ്പൻ ഇൻ ദെയർ ഫാമിലി ദേ വിൽ റെസ്പോണ്ട് അക്കോർഡിംഗ്ലി. അങ്ങനത്തെ നെറ്റ്വർക്ക് ബിൽഡ് ആയതുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ റീസെന്റ് ആ ദൃശ്യം മോഡല് കൊല ആ ഒരു ക്രൈമിന്റെ ഒക്കെ ഡിസ്കഷനൊക്കെ റീസെന്റ് ഉണ്ടായിരുന്നു. അതെല്ലാം വന്നേക്കണെന്ന് വെച്ചാൽ മെന്റൽ ഇംപ്രഷൻ നമ്മൾ അറിയാതെ we are soaking up lot of information. ആ ഇൻഫർമേഷൻ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ that becomes the network. അപ്പൊ മെന്റൽ തിങ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അതാണ് തിങ്കിങ് ഈസ് ഡൂയിങ് എന്ന് പറയണ. സോ വി ഡോണ്ട് നീഡ് ടു ഡു എവറിഥിങ്. ദാറ്റ് തിങ്കിങ് ഈസ് ഇനഫ് ടു ജനറേറ്റ് ദോസ് കൈൻഡ് ഓഫ് നെറ്റ്വർക്ക്. അങ്ങനെയാണ് കുട്ടികൾക്കും ഇതിലെല്ലാത്തിലും പോണോഗ്രാഫിക് അഡിക്ഷൻ ഒക്കെ വരാനായിട്ടുള്ള കാരണം. അങ്ങനത്തെ കുറെ തോട്ട് പ്രോസസ്സ് ബിൽഡ് ചെയ്ത് അതേപോലെ തന്നെ ആ മെറ്റീരിയൽസും ആ ഒരു സർക്കിളും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈവൻ ഏതൊരു അഡിക്ഷൻ ആയിക്കോട്ടെ. സോ ഓൾ ദോസ് തിങ്സ് ആർ ക്രിയേറ്റിംഗ് ദോസ് സ്ട്രോങ്ങർ നെറ്റ്വർക്ക്സ്. അങ്ങനെ ആ സിറ്റുവേഷൻ യോജിച്ച് വരുമ്പോഴത്തേക്കും ദേ വിൽ ഹാവ് ദാറ്റ് ടെൻഡൻസി. ആ ഒരു ക്യാരക്ടർ അങ്ങനെ മെന്റൽ ഇംപ്രഷൻ കൊണ്ട് തന്നെ നമ്മൾ അറിയാതെ ചെയ്തു പോകും. ഇതുകൊണ്ടാണ് ജയിലിലൊക്കെ നമ്മളൊരു സ്റ്റഡി ചെയ്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 90% കേസസും അവര് ആ ഒരു സിറ്റുവേഷന്റെ സമ്മർദ്ദം കൊണ്ട് ചെയ്തു പോയെന്ന് പറയും. പക്ഷെ ആ സമ്മർദ്ദം കൊണ്ട് ചെയ്തു പോണതിന് പകരം അവരുടെ ഓൾറെഡി നമ്മൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ഓൾറെഡി ഹാഡ് ബിൽഡ് ദീസ് നെറ്റ്വർക്ക്. അതിന്റെ ബേസിസിലാണ് അവർ ആ സിറ്റുവേഷൻ വരുമ്പോൾ റെസ്പോണ്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ മെന്റൽ സ്റ്റിമുലേഷൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം ബ്രെയിൻ ഹെൽത്തിൽ.
സോ ദിസ് കോൺസെപ്റ്റ് ഓഫ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആക്ടിവിറ്റി ഓറിയന്റഡ് ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ കുറച്ച് മോഡിഫിക്കേഷൻസ്, നേരത്തെ ഡോക്ടർ സ്നോയിഡന്റെ സ്റ്റഡി പോലെ തന്നെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഇൻഹിബിഷൻസും മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ നമ്മുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ആൻഡ് വി വിൽ സ്റ്റിമുലേറ്റ് ലോട്ട് ഓഫ് ന്യൂ ന്യൂറോൺസ് ഇൻ ദ ബ്രെയിൻ. ആ ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ചേഞ്ചസ് കൊണ്ടുതന്നെയാണ് നമ്മൾ മെറ്റാപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സോ വി ആർ ബ്രിങ്ങിങ് ഇൻ ന്യൂ കണക്ഷൻസ്, അല്ലെങ്കിൽ പുതിയ കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ നെറ്റ്വർക്കിനെ വ്യാപിപ്പിക്കണേ. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഹ്യൂജ് നെറ്റ്വർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സ്ട്രെസ്ഫുൾ സ്റ്റിമുലൈ വന്നാലും നമുക്ക് അതിനെ പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മളെ ബാധിക്കാതെ നമുക്ക് നോക്കാൻ പറ്റും. അതൊക്കെയാണ് ഈ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണതിന്റെ ഗുണം. ഇത് ഒറ്റയടിക്ക് സംഭവിക്കുന്ന കാര്യമല്ല. ബൈ റെഗുലർ പ്രാക്ടീസ് വി ആർ ചേഞ്ചിങ് അവർ നെറ്റ്വർക്ക്. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വി വിൽ സീ ദാറ്റ് എനി കൈൻഡ് ഓഫ് ലൈക്ക് ഡിപ്രസീവ് തോട്ട്സ് ക്യാൻ ബി ഓവർകം. നമുക്ക് ഈസിലി അതിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ മെറ്റാപ്ലാസ്റ്റിസിറ്റി ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് നേരത്തെ സ്നോയിഡന്റെ സ്റ്റഡി പോലെ തന്നെ we have identified in neuroscience, we have identified several areas that can be improved. അപ്പോൾ അതിന് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോണ കീ ഏരിയാസ് ഓൾറെഡി നിങ്ങളെല്ലാം റെഗുലറായിട്ട് ചെയ്യണ കാര്യങ്ങളാണ്. പക്ഷെ അത് എങ്ങനെ നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് അനുസരിച്ചിരിക്കും നമ്മുടെ ആ ഒരു ന്യൂറൽ നെറ്റ്വർക്കിലുള്ള ചേഞ്ച്. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്ലീപ്പിന് തന്നെയാണ്. സോ വി ഹാവ് different activities: sleep, physical activity, nutrition, stress reduction, creativity, mental stimulation, socialization. ഇങ്ങനെ പല ചേഞ്ചസ് നമുക്ക് ഈ ഓരോ ആക്ടിവിറ്റീസിൽ നിന്നും കൊണ്ടുവരാം. ഇതിനെക്കുറിച്ചുള്ള കുറേ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ഒരു ഔട്ട്ലൈൻ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ നിന്നൊക്കെ കിട്ടിക്കാണും. ഞാൻ ഏറ്റവും കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത് നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈസ് ഫോർ ദ സ്ലീപ്പ്. ഇപ്പൊ സ്ലീപ്പിന് എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ, ഇതുവരെ നമുക്ക് സ്ലീപ്പിന്റെ കംപ്ലീറ്റ് ബയോളജിക്കൽ മെക്കാനിസം നോൺ അല്ല. ബട്ട് വി നോ ദാറ്റ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് പുവർ ക്വാളിറ്റി സ്ലീപ്പ് നമ്മുടെ ബ്ലഡ് പ്രഷർ ചേഞ്ച് ആവും, കാർഡിയാക് ഇഷ്യൂസ് വരും, ഡയബറ്റീസ്, ഡിപ്രഷൻ, ഒബേസിറ്റി, ഇങ്ങനെ പല പല ചേഞ്ചസ് ഉണ്ടാവും. അപ്പാർട്ട് ഫ്രം ദ ഓൾ ദ ന്യൂറോ ഡീജനറേറ്റീവ് ചേഞ്ചസ്. ഇപ്പൊ ബ്രെയിനിലുള്ള ചേഞ്ചസ് കോൺസ്റ്റന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ. അത് കൂടാതെ തന്നെ ദർ ആർ ലോട്ട് ഓഫ് ചേഞ്ചസ്. ഇന്ന് ഒരു എൻറ്റയർ സെഷൻ സ്ലീപ്പിനെ കുറിച്ചായിരുന്നു കാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിൽ. അപ്പൊ സ്ലീപ്പിനെ കുറിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ ഐ നീഡ് അറ്റ്ലീസ്റ്റ് 3-4 hours, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇപ്പൊ സ്ലീപ്പ് നമ്മൾ ഇത്ര നാൾ വിചാരിച്ചിരുന്ന വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ്ലി റെസ്റ്റിലാണെന്ന് നമ്മുടെ ബോഡിയും അതുപോലെ തന്നെ ബ്രെയിനൊക്കെ റെസ്റ്റിൽ പോണ ഒരു ടൈമാണെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ സ്ലീപ്പിന്റെ സമയത്ത് നമ്മുടെ ബ്രെയിൻ ഈസ് കണ്ടിന്യൂസ്ലി വർക്കിംഗ്. സോ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ വിൽ ബി ലോട്ട് ഓഫ് ന്യൂറോ ടോക്സിൻസ്, അല്ലെങ്കിൽ നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും, ദോസ് വിൽ ബി ജനറേറ്റഡ്. അതുകൂടാതെ തന്നെ അൺവാണ്ടഡ് അല്ലെങ്കിൽ അൺയൂസ്ഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വിൽ ബി റീസൈക്കിൾഡ്. വി ഹാവ് സെവറൽ സപ്പോർട്ടിംഗ് സെൽസ് ഫോർ ദ ന്യൂറോൺസ്. ഇപ്പൊ ന്യൂറോൺസ് നേരത്തെ പറഞ്ഞ് 100 ബില്യൺ ഉണ്ടെന്ന്, ഏകദേശം അത്രയും നമ്പർ തന്നെ നമുക്ക് സപ്പോർട്ടിംഗ് സെൽസ് ഉണ്ട്. വി കോൾ ദം ആസ് ഗ്ലയൽ സെൽസ്. ഗ്ലയൽ സെൽസ് ആസ്ട്രോസൈറ്റ്സ്, ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്, മൈക്രോഗ്ലിയ, അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് ഗ്ലയൽ സെൽസ് ഉണ്ട്. ആ ഗ്ലയൽ സെൽസ് ആണ് നമ്മുടെ ബ്രെയിനിലുള്ള മിക്ക ടോക്സിൻസിന്, അല്ലെ വൈറസ്, ബാക്ടീരിയ, ഇതൊക്കെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യണം. അപ്പൊ അതിൻ്റെ അകത്ത് ഏറ്റവും മേജർ റോള് ആസ്ട്രോസൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്ലയൽ സെൽസ് ആണ് പ്ലേ ചെയ്യണം, വിച്ച് റിമൂവ്സ് മോസ്റ്റ് ഓഫ് ദ ലൈക്ക് അൺയൂസ്ഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അതിനൊക്കെ റീസൈക്കിൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ പ്രോസസ്സ് എല്ലാം ഉറക്കത്തിന്റെ സമയത്താണ് നടക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു പ്ലേക്ക് അല്ലെങ്കിൽ അൽഷീമേഴ്സിന്റെ പ്ലേക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൺ സ്റ്റഡിന്നും നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ഈവൻ ദോ ദേ ഹാഡ് ലോട്ട് ഓഫ് പ്ലേക്സ് അല്ലെങ്കിൽ അൽഷീമേഴ്സ് ലൈക്ക് പ്ലേക്സ് ഇൻ ദ ബ്രെയിൻ, മെനി ഏരിയാസ് വെയർ ക്ലിയർഡ്. അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അവരുടെ ബ്രെയിനിൽ നിന്ന് റിമൂവ് ചെയ്ത് പുതിയ കണക്ഷൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കാരണം അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്നോയിഡൻ കൊണ്ടുവന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ സ്ലീപ്പ് റെജീമാണ്. ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്ലീപ്പ് പാറ്റേൺ കൊണ്ടുവന്നപ്പോഴത്തേക്കും their improvement was so fast. അപ്പോൾ അതാണ് ബ്രെയിൻ ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയണത്. സോ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ റെഡ് കളേർഡ് ആരോ ഷോസ് ഒരു സ്ലീപ്പ് കിട്ടിയ ആളുടെ റീകളക്ഷൻ എബിലിറ്റി ആണ്.
അല്ലെങ്കിൽ മെന്റൽ റീകോളിംഗ് എബിലിറ്റിയാണ്. സോ ഇറ്റ് ഈസ് അറൌണ്ട് 60 to 70%. പക്ഷേ ആ സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ അത് 10 to 20% ചുരുങ്ങും. സോ ഇറ്റ് ഈസ് അറൌണ്ട് 3 to 4 fold ഡിക്രീസ് ഇൻ ദ മെമ്മറി റീകോളിംഗ് എബിലിറ്റി. അപ്പൊ അത് നമുക്ക് ഈ ഒരു സ്റ്റഡിയിൽ നിന്നും കാണാം. ഇത് നേച്ചറിൽ വന്ന, നേച്ചർ എന്ന് പറഞ്ഞാൽ സയൻസിലെ ഏറ്റവും നമ്മൾ ടോപ്പ് ജേണലിൽ കൺസിഡർ ചെയ്യണ നേച്ചർ ന്യൂറോ സയൻസ്. അതിൻ്റെ അകത്ത് വന്ന സ്റ്റഡിയിൽ പറയണമെന്ന് വെച്ചാൽ ഏകദേശം 40% ലേണിംഗ് എബിലിറ്റി കുറയുമെന്നാണ് നമ്മൾ സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ആ നമ്മൾ പറയണമെന്ന് വെച്ചാൽ ക്വാളിറ്റി സ്ലീപ്പ് വളരെ ആവശ്യമാണ്. ഇപ്പൊ വെറുതെ കുറെ നേരം ഉറങ്ങണകൊണ്ടല്ല, ആ ക്വാളിറ്റി സ്ലീപ്പ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ സ്ലീപ്പ് ക്വാളിറ്റി ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യണ ഒരു ഏരിയ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞ ബ്രെയിൻ ഏരിയയാണ്. ഹിപ്പോ ക്യാമ്പസ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഗേറ്റ് വേ ടു മെമ്മറി. നമ്മൾ ഷോർട്ട് ടേം മെമ്മറിനെ ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റണ ഒരു ഏരിയയാണ്. സോ ദിസ് ഏരിയ ഗെറ്റ്സ് അഫക്റ്റഡ്. അപ്പൊ ഇത് ഈ ഒരു സ്റ്റഡി ചെയ്തേക്കണ എന്താന്ന് വെച്ചാൽ ഹിപ്പോ ക്യാമ്പസിലെ ആക്ടിവിറ്റിയാണ് മെഷർ ചെയ്തേക്കണം. അപ്പൊ ഹിപ്പോ ക്യാമ്പസിലെ സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ആ ന്യൂറോൺസ് വളരെ അല്ലെങ്കിൽ നോ ആക്ടിവിറ്റി ആണ് കാണിച്ചത്. ആ റെഡ് ആരോ ആണ് കാണിക്കണം. സോ ദർ വാസ് നോ ന്യൂ മെമ്മറീസ് ദാറ്റ് ആർ ഫോംഡ് ഇൻ കംപ്ലീറ്റ്ലി സ്ലീപ്പ് ഡിപ്രൈവ്ഡ് പീപ്പിൾ. അപ്പൊ അത്രയും ചേഞ്ചസ് നമ്മുടെ ബ്രെയിനിൽ വരും. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും സ്ലീപ്പിന് ഇമ്പോർട്ടൻസ് ന്യൂറോ സയൻസിൽ കൊടുക്കണം. അപ്പൊ ഈ ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത് നമ്മൾ ആ ഉറക്കത്തിന്റെ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു ആസ്പെക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഫേമസ് ഒറേറ്റേഴ്സും അതുപോലെ തന്നെ ഭയങ്കര ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യണ ഒരു സമയം എന്ന് വെച്ചാൽ ഉറക്കത്തിന് മുമ്പ് കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ ശ്രമിക്കും. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉറക്കത്തിന് മുമ്പ് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് ഒരു പ്രോസസ് നമ്മുടെ ബ്രെയിനിൽ നടക്കും. ദാറ്റ്സ് കോൾഡ് ദ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി. ഉറക്കത്തിന്റെ സമയത്താണ് ഈ മെമ്മറീസ് നമ്മുടെ ഷോർട്ട് ടേം പൂളിൽ നിന്ന് ലോങ് ടേം പൂളിലേക്ക് മാറ്റണം. ആ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി നടക്കണമെങ്കിൽ നമുക്ക് ആ ക്വാളിറ്റി സ്ലീപ്പ് വളരെ ആവശ്യമാണ്. ആ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി നടക്കുന്നത് നമുക്ക് ആ ഒരു ബ്രെയിൻ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ EEG മെഷർമെന്റ് നോക്കിക്കഴിഞ്ഞാൽ ദർ ആർ വേവ്സ് ദാറ്റ് വി സീ. So we have alpha wave, beta wave, theta and delta waves, which are predominant waves during the sleep. അപ്പൊ ആ വേവ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേവ്സ് നമ്മൾ മെമ്മറി കൺസോളിഡേഷൻ പറയണമെന്ന് വെച്ചാൽ തീറ്റ ആൻഡ് ഡെൽറ്റ വേവ്സ് ആണ്. ആ തീറ്റ ആൻഡ് ഡെൽറ്റ വേവ്സ് പ്രിഡോമിനന്റ് ആയിട്ട് ഉണ്ടെങ്കിൽ മോർ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി വിൽ ഹാപ്പൻ. ഇതുകൊണ്ടാണ് നമ്മൾ ഈ സ്ലീപ്പിനെ പല പല സ്റ്റേജ് ആക്കി തിരിച്ചേക്കണം. സോ സ്റ്റേജ് 1, 2, 3, 4 and 5. അതിൻ്റെ അകത്ത് ആദ്യത്തെ 4 സ്റ്റേജസിനെ നമ്മൾ നോൺ REM സ്ലീപ്പ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് വന്ന സ്റ്റേജ് 5നെയാണ് നമ്മൾ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്ന് പറയുന്നത്. ഈ സ്ലീപ്പിന്റെ ഓരോ സ്റ്റേജസിലും നമുക്ക് ആ വേവ് പാറ്റേൺ കാണാം. സ്റ്റേജ് 1ൽ നമ്മൾ ആൽഫ വേവ് ആണ് ബീറ്റ വേവ് ആണ് ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ട്. അത് ഗ്രാജുവലി ആൽഫ വേവിലേക്ക് മാറും. അത് കഴിഞ്ഞ് 2 വരുമ്പോഴത്തേക്ക് ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ആൽഫ വേവ് ആൻഡ് ദെൻ അത് കഴിഞ്ഞ് തീറ്റ ആൻഡ് ഡെൽറ്റ വേവിലേക്ക് മാറും. ആ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്ന തീറ്റ ആൻഡ് ഡെൽറ്റ വേവ് ആയിരിക്കും പ്രിഡോമിനന്റ് ആയിട്ട് നിൽക്കണം. ഈ നോൺ REM സ്ലീപ്പ് അതായത് സ്റ്റേജ് 1 to 4ലാണ് ഹിപ്പോകാമ്പൽ മീഡിയേറ്റഡ് ലേണിംഗ് ആൻഡ് മെമ്മറി നടക്കണം. എന്ന് വെച്ചാൽ ഈ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി ഒക്കെ നടക്കണം. ഈ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പിലാണ് നേരത്തെ പറഞ്ഞ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണൽ മെമ്മറീസും കൺവേർട്ട് ചെയ്യണത്. സോ ദാറ്റ് ഈസ് ദ സ്റ്റേജ് വെയർ യു ഡ്രീം. ഏറ്റവും കൂടുതൽ ഡ്രീം ഒക്കെ വന്നത് ഈ സ്റ്റേജ് 5ന്റെ സമയത്തായിരിക്കും. അപ്പൊ സ്റ്റേജ് 5ല് അമിഗ്ഡാല മീഡിയേറ്റഡ് ഇമോഷണൽ മെമ്മറീസ് ആണ് ഏറ്റവും കൂടുതൽ പ്രോസസ് ചെയ്യണം. ഇപ്പൊ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന് നോൺ REM സ്ലീപ്പിന്റെ സമയത്ത് അതിൻ്റെ അകത്ത് സ്റ്റേജ് 3ഉം 4ലും ഹിപ്പോകാമ്പൽ മീഡിയേറ്റഡ് നമ്മുടെ കൂടുതൽ ലേണിംഗ് ആൻഡ് മെമ്മറി പ്രോസസ്സ് നടക്കും. ഇമോഷണൽ മെമ്മറീസ് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പിന്റെ സമയത്ത് നമുക്ക് കുറേം കൂടെ നമ്മുടെ ആ മെമ്മറി എന്താ പറയണ നമുക്ക് ആ ഇമോഷണൽ ഡ്രെയിനിങ് നടക്കും. നമുക്കിപ്പോൾ ആ ഡ്രീം ഒക്കെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ആ ഇമോഷണൽ ആയിട്ട് കുറേ സ്ട്രോങ്ങർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഇമോഷണൽ ഒരു ഡ്രെയിനിങ് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ റിലാക്സേഷൻ തോന്നും. അപ്പൊ ആ അമിഗ്ഡാലയുടെ ആക്ടിവേഷൻ ആണ് നമ്മൾ ഈ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പിന്റെ സമയത്ത് ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ട് കാണുന്നത്. സോ യു ക്യാൻ സീ ഓൾ ദ സ്റ്റേജസ് ആൻഡ് ദ വേവ്സ് ദാറ്റ് ആർ സീൻ. അപ്പൊ ഈ സ്റ്റേജസിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഈ സ്റ്റേജ് 3ഉം 4ലും കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ആ ഡീപ്പ് സ്ലീപ്പിന്റെ സ്റ്റേജിൽ സ്പെൻഡ് ചെയ്യുമ്പോഴാണ്
നമുക്ക് ആ കൂടുതൽ കൺസോളിഡേഷൻ, മെമ്മറി കൺവേർഷൻ നടക്കണം. അപ്പൊ ആ ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയണത് ഈ സ്റ്റേജസ് ഓരോന്നും 1 by 1 ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ നടക്കും. ആൻഡ് ഇറ്റ് വിൽ ഹാപ്പൻ വിത്തിൻ എ പീരീഡ് ഓഫ് 90 minutes. ഈ 90 minutesന്റെ സൈക്കിൾ ആയിട്ടാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. നമുക്ക് ഒരു ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ 4 to 5 cycles കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ 4 to 5 cycles ഓഫ് എൻറ്റയർ 90-minute ഡ്യൂറേഷൻ ഓഫ് ദിസ് ഡിഫറെന്റ് വേവ് പാറ്റേൺസ് ആണ് നമ്മുടെ ഒരു നല്ല ഉറക്കം എന്ന് പറയണം. അപ്പൊ അത് നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ബീറ്റ വേവ്, ആൽഫ വേവ് ഒക്കെ മാത്രമാണ് നമ്മുടെ ബ്രെയിനിൽ റിമെയിൻ ചെയ്യണമെങ്കിൽ വി വോണ്ട് ഹാവ് ദാറ്റ് ക്വാളിറ്റി സ്ലീപ്പ്. നമ്മൾ പിറ്റേ ദിവസം എണീറ്റാലും വി വിൽ ഹാവ് ദാറ്റ് ലെത്താർജിക് ഫീലിംഗ്. ഇന്ന് വേൾഡിലും മെജോറിറ്റി ആൾക്കാരും ഈ ക്വാളിറ്റി സ്ലീപ്പ് ലാക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വൈ WHO ഇപ്പൊ റീസെന്റ് പറഞ്ഞേക്കണെന്ന് വെച്ചാൽ സ്ലീപ്പ് എപ്പിഡമിക് എന്നാണ്. കാരണം അത്രയും കൂടുതൽ ആൾക്കാർക്ക് സ്ലീപ്പ് ക്വാളിറ്റി വളരെയധികം കുറവാണ്. അപ്പൊ അത് ഇംപ്രൂവ് ചെയ്താൽ തന്നെ നമ്മുടെ ഓവറോൾ വെൽബീങ്ങിനുള്ള കാര്യങ്ങളായി. ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻസ് ഇപ്പൊ കൊടുക്കുന്നത്, ഇപ്പൊ നമ്മൾ ഏതൊരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് നോക്കിയാലും അതിൻ്റെ അകത്ത് സ്ലീപ്പ് ഇഷ്യൂസ് എന്തായാലും കാണും. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലെ റിപ്പയർ മെക്കാനിസംസ് എല്ലാം നടക്കുന്നത് ഈ സ്ലീപ്പിന്റെ സമയത്താണ്. അതുകൊണ്ടാണ് നമുക്ക് ഏതൊരു ബ്രെയിൻ റിലേറ്റഡ് ഇഷ്യൂസിനും എന്തായാലും ആ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ സ്ലീപ്പ് ക്വാളിറ്റിയിൽ ചേഞ്ചസ് വരും. സോ ഇത്രയും നേരം നമ്മൾ ആ വേവ്സിനെ കുറിച്ചാണ് പറഞ്ഞത്, ആ വേവ്സിന്റെ ഇമ്പോർട്ടൻസ് എല്ലാം. അത് കൂടാതെ നമുക്ക് ബ്രെയിനിൽ വന്ന കെമിക്കൽസ്, 3 കെമിക്കൽസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് അഡിനോസിൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ. സോ അഡിനോസിൻ ഈസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് യുവർ മെറ്റബോളിസം. നമ്മൾ കൂടുതൽ ആക്റ്റീവായിട്ട് ഇരിക്കുന്നവർക്ക് അഡിനോസിന്റെ അളവ് കൂടും. നമ്മൾ പണ്ടത്തെ ജനറേഷനെയൊക്കെ ആലോചിച്ച് നോക്കിയാൽ കൃഷിപ്പണിയൊക്കെ കഴിഞ്ഞ് അവർ പെട്ടെന്ന് ഉറങ്ങിപ്പോകുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കുമ്പോൾ കൂടുതൽ മെറ്റബോളിക് പ്രോഡക്റ്റ് ആയിട്ട് അഡിനോസിൻ ബിൽഡ് ചെയ്യും. അപ്പൊ അഡിനോസിൻ ബിൽഡ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ സ്റ്റിമുലേറ്റ് സ്ലീപ്പ്. ഇപ്പൊ ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ രാവിലെ എണീക്കുമ്പോഴത്തേക്കും അഡിനോസിന്റെ ലെവൽ വളരെ കുറവായിരിക്കും. അത് കഴിഞ്ഞ് ഗ്രാജുവലി ദ അഡിനോസിൻ ലെവൽ പിക്സ് അപ്പ്. നമ്മൾ രാത്രി 10 to 11 സമയത്താണ് അഡിനോസിൻ ഏറ്റവും പീക്ക് ലെവലിലേക്ക് എത്തണം. ആ പീക്ക് ലെവലിൽ എത്തുമ്പോഴാണ് നമുക്ക് മാക്സിമം ഉറക്കം വരുന്നത് അക്കോർഡിംഗ് ടു അവർ ബയോളജിക്കൽ ക്ലോക്ക്. ആ സമയത്ത് നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ ദാറ്റ് അഡിനോസിൻ വിൽ കണ്ടിന്യൂ ടു ബിൽഡ് അപ്പ് ആൻഡ് നെക്സ്റ്റ് ഡേ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഉറങ്ങിയാലും നമുക്ക് അഡിനോസിൻ അവശേഷിക്കണമെങ്കിൽ നമുക്ക് ആ ലെത്താർജിക് ഫീലിംഗ് ഉണ്ടാവും. അത് നല്ല ഉറക്കം കിട്ടിയില്ല എന്നുള്ള ഒരു തോന്നലുണ്ടാവും. അതിന് കാരണം അഡിനോസിൻ നമ്മുടെ തലയിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ അവശേഷിക്കണമുണ്ടാവും. അപ്പൊ അഡിനോസിൻ കംപ്ലീറ്റ്ലി ആ ഒരു പീക്ക് ടൈമിന് വരുമ്പോഴത്തേക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ്ഡ് ആവും ആൻഡ് ഇറ്റ് ഗോസ് ടു ദ മിനിമം ലെവൽ വെൻ യു വേക്ക് അപ്പ്. ആൻഡ് അഡിനോസിൻ കൂടാതെ ഇപ്പൊ നമ്മൾ രാത്രിയൊക്കെ കോഫി കുടിച്ചു കഴിഞ്ഞാൽ നേരത്തെ അഡിനോസിന്റെ റിസെപ്റ്റേഴ്സിനെയാണ് ഈ കോഫി പോയി അല്ലെ കഫീൻ പോയി ബൈൻഡ് ചെയ്യണം. അപ്പൊ അഡിനോസിന് ബൈൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. ദാറ്റ് ഈസ് അഫക്റ്റിംഗ് യുവർ സ്ലീപ്പ് ക്വാളിറ്റി. അപ്പൊ അഡിനോസിനും കഫീനുമായിട്ടുള്ള സ്റ്റഡീസ് വളരെ കുറെ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അപ്പൊ അഡിനോസിൻ കൂടാതെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കെമിക്കലാണ് കോർട്ടിസോൾ ആൻഡ് മെലറ്റോണിൻ. കോർട്ടിസോൾ എല്ലാവരും സ്ട്രെസ് ഹോർമോൺ ആയിട്ടാണ് പറയണം. ബട്ട് കോർട്ടിസോൾ പൾസ് ഇൻ ദ മോർണിംഗ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ വേക്കിംഗ് അപ്പ് യുവർ എൻറ്റയർ ബയോളജിക്കൽ ക്ലോക്ക്. അല്ലെങ്കിൽ നമ്മുടെ സർക്കേഡിയം റിതത്തിനെ സ്വിച്ച് ഓൺ ചെയ്യണത് ഈ രാവിലെയുള്ള കോർട്ടിസോൾ പൾസ് ആണ്. അപ്പൊ ഈ കോർട്ടിസോള് നമ്മുടെ ബ്രെയിനില് ഏറ്റവും കൂടുതൽ കോർട്ടിസോൾ റിലീസ് ചെയ്യണത് അഡ്രിനൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞ നമ്മുടെ കിഡ്നിയുടെ മുകളിലുള്ള ഗ്ലാൻഡിൽ നിന്നാണ്. അപ്പൊ അതിന്റെ റിലീസ് വരണത് ആദ്യം ബ്രെയിനിലുള്ള ഒരു ഏരിയ എന്നുള്ള സ്റ്റിമുലേഷൻ വരുമ്പോഴാണ്. ഇതിനെ ഡയറക്ട്ലി കൺട്രോൾ ചെയ്യണ ലൈറ്റ് ആണ്. ഇപ്പൊ ലൈറ്റ്, സൺലൈറ്റ് ആ രാവിലത്തെ മോർണിംഗ് ലൈറ്റിൽ ബ്ലൂയിഷ് യെല്ലോ ലൈറ്റ് ആയിരിക്കും കോമൺ ആയിട്ടുള്ള. ആ ബ്ലൂയിഷ് യെല്ലോ ലൈറ്റ് ഹൊറൈസണിൽ നിന്ന് നമ്മുടെ കണ്ണിന്റെ എല്ലാ ഏരിയയിലും കൂടെ ഇത് കടക്കൂല, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഏതൊരു ഭാഗത്തൂടെയും ഈ ലൈറ്റ് ഉള്ളിലേക്ക് ബ്രെയിനിലേക്ക് എത്തൂല. ആകെ ഇതിന്റെ ലോവർ ഐലിഡ്സിലുള്ള സ്പെഷ്യൽ ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്. നമ്മുടെ ജസ്റ്റ് ഐലിഡ്സിന്റെ താഴെയുള്ള ആ സെൽസിന് നമ്മൾ മെലാനോസൈറ്റ് കണ്ടെയ്നിങ് റെറ്റിനൽ ഗാംഗ്ലിയോണിക് സെൽസ് എന്നാ പറയണം. ആ സെൽസ് ആണ്
ലൈറ്റിനെ റിസീവ് ചെയ്യണം. ആ റിസീവ് ചെയ്യണ ലൈറ്റിനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് ആ കമ്മ്യൂണിക്കേഷൻ എത്തിക്കും. നമുക്ക് ഏകദേശം 10,000 to 15,000 ലക്സ് ഓഫ് ഫോട്ടോൺസ് ആണ് വേണ്ടത് ഈ ക്ലോക്കിനെ ഉണർത്താനായിട്ട്. ആ ക്ലോക്കിനെ ഉണർത്തണം എന്ന് പറയുന്നത് ദർ ഇസ് എ മാസ്റ്റർ ഏരിയ വിച്ച് ഈസ് കോൾഡ് ദ സുപ്രാകയാസ്മാറ്റിക് ന്യൂക്ലിയസ്. അപ്പൊ ഈ റെറ്റിനൽ ഗാംഗ്ലിയോണിക് സെൽസിൽ നിന്നുള്ള സ്റ്റിമുലൈ നേരിട്ട് സുപ്രാകയാസ്മാറ്റിക് ന്യൂക്ലിയസിലേക്ക് എത്തും. ആൻഡ് സുപ്രാകയാസ്മാറ്റിക് ന്യൂക്ലിയസ് ഹാസ് കൺട്രോൾ ഓവർ ഓൾമോസ്റ്റ് എൻറ്റയർ ബോഡി ഏരിയാസ്. അതിനെ കൺട്രോൾ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ സുപ്രാകയാസ്മാറ്റിക് ന്യൂക്ലിയസ് വിൽ സ്റ്റിമുലേറ്റ് ദ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് പിറ്റ്യൂട്ടറിന്ന് റിലീസിങ് ഫാക്ടേഴ്സ്, ട്രോഫിക് ഫാക്ടേഴ്സിനെ റിലീസ് ചെയ്യും. അങ്ങനത്തെ ഒരു ട്രോഫിക് ഫാക്ടേഴ്സ് റിലീസ് ചെയ്യുമ്പോഴാണ് അഡ്രിനൽ കോർട്ടിക്കോ ട്രോഫിക് ഹോർമോൺ റിലീസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് അഡ്രിനൽ കോർട്ടെക്സ് ടു റിലീസ് കോർട്ടിസോൾ. അങ്ങനെ കോർട്ടിസോൾ ബ്ലഡിൽ വരും. ആ കോർട്ടിസോൾ ഏർലി മോർണിംഗ് ആണ് വന്നെങ്കിൽ ദാറ്റ് വിൽ വേക്ക് അപ്പ് യുവർ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ ഉണർത്തും, നമ്മുടെ എൻറ്റയർ ബോഡി ഉണരാൻ തുടങ്ങും. അത് പക്ഷേ നമ്മൾ കുറച്ചും കൂടി ഡിലേഡ് ആയിട്ടാണ് ആ കോർട്ടിസോൾ പൾസ് വന്നെങ്കിൽ, ഇപ്പൊ ഒരു 9-10 മണി വരെയൊക്കെ ഉറങ്ങണ ഒരാളാണെങ്കിൽ ആ സമയത്താണ് കോർട്ടിസോൾ പൾസ് വന്നെങ്കിൽ ദാറ്റ് വിൽ ഡയറക്ട്ലി ഇൻഡ്യൂസ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. ഇതാണ് ഈ കോവിഡ് പാൻഡമിക്കിന്റെ സമയത്ത് വേൾഡിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സംഭവിച്ചത്. ആ ഏർലി പൾസിന് പകരം നമ്മൾ ഡിലേഡ് പൾസ് ഓഫ് കോർട്ടിസോൾ വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ അഫക്റ്റ് യുവർ ബ്രെയിൻ ആൻഡ് ഇറ്റ് വിൽ ഇൻഡ്യൂസ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. ആൻഡ് ദാറ്റ് ഹാസ് ബീൻ ഷോൺ ഇൻ സെവറൽ സ്റ്റഡീസ് ഇൻ 2-3 വർഷം മുമ്പ് നടന്നേക്കുന്ന സ്റ്റഡീസ് ആണ് മിക്കതും. സ്റ്റാൻഫോർഡിൽ നിന്നും അതുപോലെ തന്നെ US എന്നുള്ള സ്റ്റഡീസ് ആണ് ഈ കോർട്ടിസോളിന്റെ റോള് ഈ ഏർലി മോർണിംഗ് വേക്കിംഗ് അപ്പിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് കണ്ടുപിടിച്ചത്. അത് സുപ്രാകയാസ്മാറ്റിക് ന്യൂക്ലിയസ് വഴി ഈ ഒരു മെക്കാനിസം, ഒന്ന് നമ്മുടെ വേക്കിംഗ് അപ്പ് സിഗ്നൽ. സോ വേക്കിംഗ് അപ്പ് സിഗ്നൽ ഈസ് ത്രൂ ദ കോർട്ടിസോൾ സ്റ്റിമുലേഷൻ. പിന്നെ രണ്ടാമത്തെ ഒരു സിഗ്നലും കൂടെ നടക്കും. ആ ബ്ലൂയിഷ് യെല്ലോ ലൈറ്റ് ഇങ്ങനെ സുപ്രാകയാസ്മാറ്റിക് ന്യൂക്ലിയസിലേക്ക് എത്തുമ്പോഴത്തേക്കും there is also another activation that happens, which is the activation of pineal gland. So supracchiasmatic nucleus will stimulate pineal gland to release another hormone called melatonin. അത് ഏകദേശം 12 തൊട്ട് 14 മണിക്കൂർ, നമ്മുടെ ഈ വേക്കിംഗ് അപ്പ് സിഗ്നൽ തൊട്ട് 12 തൊട്ട് 14 മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ ഒരു മെലറ്റോണിന്റെ റിലീസ് പൈനിയൽ ഗ്ലാൻഡിൽ നിന്ന് വന്നത്. അപ്പൊ വേക്കിംഗ് അപ്പ് സിഗ്നലും രാവിലെ ഇൻഡ്യൂസ് ചെയ്യും, അതേപോലെ തന്നെ 12-14 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും സ്ലീപ്പിനെസ്സിനുള്ള സിഗ്നലും കൂടെ റിലീസ് ചെയ്യും. സോ ലൈറ്റ് ഈസ് സ്റ്റിമുലേറ്റിംഗ് ദ ആക്ടിവേഷൻ ഓഫ് യുവർ സിസ്റ്റം ആൻഡ് ഓൾസോ സ്റ്റിമുലേറ്റിംഗ് ദ സ്ലീപ്പിനെസ് സിഗ്നൽ. അപ്പൊ രണ്ടും ഈ ഒരു മെക്കാനിസം വഴിയാണ് ആക്ടിവേറ്റഡ് ആവുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആ ലൈറ്റ് സ്റ്റിമുലേഷൻ. അപ്പൊ ജസ്റ്റ് നമ്മൾ അകത്ത് നിന്നാലേ, വീടിന്റെ അകത്താണ് നിൽക്കണമെങ്കിൽ ഈ ഒരു സ്റ്റിമുലേഷൻ കിട്ടൂല. അറ്റ്ലീസ്റ്റ് നമ്മുടെയൊക്കെ ഒരു ക്ലൈമറ്റിക് കണ്ടീഷനിൽ 5 to 10 മിനിറ്റ്സ് നമ്മളൊന്ന് പുറത്തിറങ്ങി നിന്നാൽ തന്നെ സൂര്യനെ നോക്കിയാൽ, ആ സൂര്യനെ നോക്കുമ്പോഴത്തേക്കും 7-7:30 കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ ദർ വിൽ ബി ലോട്ട് ഓഫ് UV റേഡിയേഷൻ. അപ്പൊ 7 മണിക്ക് മുമ്പാണെങ്കിൽ നമുക്ക് നേരിട്ട് സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ആക്ടിവേഷൻ വരും. ആൻഡ് ദാറ്റ് വിൽ സ്റ്റിമുലേറ്റ് ബോത്ത് യുവർ like waking up signal and also activate your sleepiness signal. ഈവനിങ്ങിലാണ് ഈ സ്ലീപ്പിനെസ് സിഗ്നൽ ആക്ടിവേറ്റഡ് ആണ്. അപ്പൊ ഈവനിങ്ങിൽ ഈ ബ്ലൂയിഷ് യെല്ലോ ലൈറ്റ് വെച്ചിട്ട് നമ്മൾ ഗാഡ്ജറ്റ്സ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ ദിസ് വിൽ ഇൻഹിബിറ്റ് ദിസ് നെറ്റ്വർക്ക്. ഈ ബ്ലൂയിഷ് യെല്ലോ ലൈറ്റ് രാത്രി വരുമ്പോഴത്തേക്കും ദാറ്റ് വിൽ ബ്ലോക്ക് ദ മെലറ്റോണിൻ സിഗ്നൽ. അങ്ങനെയാണ് നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ ചേഞ്ച് ആണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആ ഈവനിങ്ങിലുള്ള ഗാഡ്ജറ്റ്സിന്റെ ലിമിറ്റ്. അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഉറങ്ങണതിന് 1 മണിക്കൂർ മുമ്പ്, ശരിക്കും റിസർച്ച് പറയണ 2 മണിക്കൂർ മുമ്പെങ്കിലും ആ ബ്ലൂയിഷ് യെല്ലോ ലൈറ്റിന്റെ സ്റ്റിമുലേഷൻ കട്ട് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ നമ്മൾ ബ്രൈറ്റ് ലൈറ്റ് സ്റ്റിമുലേഷൻ വളരെയധികം കുറക്കണമെന്നാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ലീപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അതുകൂടാതെ തന്നെ സ്ലീപ്പിന് കുറേ അധികം ബെനിഫിറ്റ്സ് ഓൾറെഡി നോൺ ആണ്. മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഡ്രൈവിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലീപ്പ് ഡിപ്രൈവേഷൻ കൊണ്ടാണ് മെജോറിറ്റി ഓഫ് ആക്സിഡൻസ് സംഭവിക്കണം. പിന്നെ സ്ട്രെസ് ലെവൽ കുറക്കും, നമ്മുടെ സ്കിൻ ഹെൽത്തിന്, അതുപോലെ തന്നെ മൈഗ്രെയിൻ പ്രിവെന്റ് ചെയ്യാനായിട്ട്, എൻഹാൻസ്ഡ് മെമ്മറി, ദർ ആർ ലോട്ട് ഓഫ്
ഇമ്പോർട്ടൻറ്റ് റോൾ ഫോർ സ്ലീപ്പ്. അതിൻ്റെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. ഇപ്പൊ നാച്ചുറൽ കില്ലർ സെൽസ് വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ് സെൽസ് ഫോർ യുവർ ഇമ്മ്യൂണിറ്റി, അത് സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആൾക്കാരിൽ 70% കുറയുമെന്നാണ് റീസെന്റ് സ്റ്റഡീസ് പറയണത്. സോ അത്രയും ഇമ്മ്യൂണിറ്റീനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും സ്ലീപ്പ് ക്വാളിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ. ഇപ്പൊ ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ ലാബിലും കുറെ റിസർച്ച് ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ അത് ഒരു റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത നമുക്ക് ബ്ലാക്ക് ക്യുമിൻ സ്ലീപ്പ് ക്വാളിറ്റി കൂട്ടാൻ പറ്റുമെന്ന്, സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആൾക്കാരിൽ ബ്ലാക്ക് ക്യുമിൻ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറെ ഇമ്പ്രൂവ്മെന്റ് കണ്ടതായിട്ട് നമ്മൾ റീസെന്റ് ആയിട്ട് ഒരു സ്റ്റഡി കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ പല പല സ്റ്റഡീസ് നമ്മൾ സ്ലീപ്പിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏരിയയാണ്. അതിൽ നമ്മൾ ഡയറക്റ്റ്ലി കുറെ ക്ലിനിക്കൽ ട്രയൽസും അതുപോലെ തന്നെ സ്റ്റഡീസും നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈസ്, അപ്പൊ സ്ലീപ്പിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിക്കും അതുപോലെ തന്നെ ഇങ്ങനത്തെ എന്തൊരു മെന്റൽ ഹെൽത്ത് കണ്ടീഷനും പ്രിവെന്റ് ചെയ്യാനായിട്ട്. സോ നെക്സ്റ്റ് ഈസ് സ്ട്രെസ് ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രെസ് മാനേജ്മെന്റ്. കാരണം സ്ട്രെസ് ഈസ് ഇന്നെവിറ്റബിൾ ഫ്രം അവർ ലൈഫ്. കാരണം ഏതൊരു പ്രൊഫഷനും സ്ട്രെസ് ഉണ്ടാവും, ബട്ട് വി ഷുഡ് നോ ഹൗ ടു മാനേജ് സ്ട്രെസ്. കാരണം സ്ട്രെസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിലാണ് അത് ആങ്സൈറ്റി ഡിസോർഡേഴ്സും ഡിപ്രഷനായിട്ട് മാറണം. ഇപ്പൊ സ്ട്രെസ് വന്നു കഴിയുമ്പോഴത്തേക്കും യു ക്യാൻ സീ ഹൗ ദ മെമ്മറി ഫോമിങ് പ്രോട്ടീൻസ് ഗെറ്റ്സ് ഡിസ്റ്റർബ്ഡ്. ഇത് ഡെൻഡ്രൈറ്റിക് സ്പൈൻസ്, ഈ ഒരു ബ്ലാക്ക് കളേർഡ് കാണുന്നത് ഡെൻഡ്രൈറ്റിക് സ്പൈൻ ഫോർമേഷൻ, അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ മെമ്മറി പ്രോട്ടീൻസ് സ്റ്റോർ ചെയ്യണം. ഇപ്പൊ ഡെൻഡ്രൈറ്റിക് സ്പൈൻസിന്റെ നമ്പർ വളരെയധികം സ്ട്രെസ് കൂടിയ ആൾക്കാരിൽ അത് ഡെൻഡ്രൈറ്റിക് സ്പൈൻസിന്റെ നമ്പർ കുറയണതായിട്ടാണ് കാണുന്നത്. അപ്പൊ അത്രയും ഡയറക്ട്ലി നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്സിനെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ആക്സോണൽ സ്പ്രൗട്ടിങ് ഭയങ്കരമായിട്ട് കുറയും, ഓവറോൾ ബ്രെയിൻ സൈസ് ഷ്രിങ്സ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു നോർമൽ ഒരാളുടെ ബ്രെയിനും അത് കൂടാതെ സ്ട്രെസ് കൂടിയിട്ടുള്ള ഒരാളുടെ ബ്രെയിനിലും ആ ന്യൂറോൺസിന്റെ സ്പ്രൗട്ടിങ് കുറയണതായിട്ടും എൻറ്റയർ ന്യൂറോൺ ഷ്രിങ്സ് ആൻഡ് ദാറ്റ് വിൽ ലീഡ് ടു ദ ഷ്രിങ്കേജ് ഓഫ് ദ ബ്രെയിൻ. അത് കൂടാതെ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റമാണ് ആക്ടിവേറ്റഡ് ആണ്. അപ്പൊ കൂടുതൽ നമ്മൾ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അമിഗ്ഡാല ഓവർ ഫയറിങ് വരും. അമിഗ്ഡാല ഓവർ ആക്റ്റീവ് ആകുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റം സ്വിച്ച് ഓൺ ആവും. അപ്പൊ സിമ്പത്തറ്റിക് സിസ്റ്റം ഈസ് ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് സിസ്റ്റം. അപ്പൊ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു സമയത്ത് ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂവിന് പോണ ഒരാള് കൂടുതൽ ഈ സിമ്പത്തറ്റിക് സിസ്റ്റമാണ് ആക്റ്റീവ് എങ്കിൽ, അല്ലെങ്കിൽ അമിഗ്ഡാല ഓവർ ആക്റ്റീവ് ആണെങ്കിൽ, നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന കാര്യങ്ങൾ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് അല്ലെങ്കിൽ കോർട്ടെക്സിന്റെ പല ഭാഗങ്ങളിലാണ് സ്റ്റോർ ചെയ്യണം. അവിടെ നമുക്ക് റിട്രൈവ് ചെയ്ത് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് വർക്കിംഗ് മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എപ്പോഴും പറയണ ഒരു കാര്യമുണ്ട്, നമുക്ക് അതൊക്കെ അറിയായിരുന്നു പക്ഷെ ആ സമയത്ത് പറയാൻ പറ്റില്ല. കാരണം ആ സ്ട്രെസ് കാരണം നമുക്ക് അത് വർക്കിംഗ് മെമ്മറിയിലേക്ക് വരാത്ത കൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റാത്തത്. അപ്പൊ അതിന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ചില എക്സർസൈസ് കൊണ്ട് അതിനെ കൺട്രോളിൽ നിർത്താം. കാരണം സ്ട്രെസ് വരുമ്പോൾ യു ഓൾറെഡി നോ ദാറ്റ് ദ പ്യൂപ്പിൾസ് ഡയലേറ്റ്. അത് കൂടാതെ തന്നെ സിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേഷൻ വരുമ്പോൾ യുവർ ഹാർട്ട് ബീറ്റ് ബിക്കംസ് ഫാസ്റ്റർ. ഇതെല്ലാം നടന്നുകൊണ്ടേയിരിക്കും. നമുക്കപ്പോൾ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിനാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അതിന് ചില സിമ്പിൾ ടെക്നീക്സ് ഉണ്ട്. യു ക്യാൻ യൂസ് ജസ്റ്റ് അമിഗ്ഡാല ഓവർ ആക്ടിവേഷൻ കുറക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു വൈറ്റ് പേപ്പറിൽ ജസ്റ്റ് നിങ്ങളുടെ ഇമോഷൻസ് ഡ്രെയിൻ ഔട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇമോഷൻസ് എഴുതി വെച്ചാൽ തന്നെ നമുക്ക് ആ അമിഗ്ഡാലയുടെ ആക്ടിവേഷൻ കുറക്കാം. ഇപ്പൊ ജസ്റ്റ് ഞങ്ങൾ കുട്ടികളോടൊക്കെ പറയണ എക്സാമിനൊക്കെ മുമ്പ് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണ മുമ്പ് ഒരു വൈറ്റ് പേപ്പറും ഒരു പേനയും ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഇമോഷൻസ് ഒന്ന് എഴുതി വെക്കാനായിട്ട്. അങ്ങനെ എഴുതി വെക്കുമ്പോൾ തന്നെ അവരുടെ ആ ഒരു അമിഗ്ഡാലയുടെ ആക്ടിവേഷൻ വളരെയധികം കുറയും. അപ്പൊ നിങ്ങൾക്ക് ആ മെമ്മറിയിൽ അല്ലെങ്കിൽ കോർട്ടെക്സിലുള്ള ഇൻഫർമേഷൻസ് റീകളക്ട് ചെയ്ത് പറയാൻ പറ്റും. പിന്നെ അത് കൂടാതെ ബ്രീത്തിങ് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാം. സോ ബ്രീത്തിങ്ങിൽ നമ്മൾ പറയണത് ഡബിൾ ഇൻഹലേഷൻ ആൻഡ് ലോങ് എക്സലേഷൻ. ഇപ്പൊ ഡബിൾ ഇൻഹലേഷൻ, കുട്ടികളൊക്കെ കരയുമ്പോഴത്തേക്കും ഡബിൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ യു വിൽ ഇൻഹെയിൽ ലോട്ട് ഓഫ് എയർ വിച്ച് വിൽ push out the carbon dioxide and more oxygen will reach the lungs which will supply more oxygenated blood to the brain. അങ്ങനെ വരുമ്പോഴത്തേക്കും ബ്രെയിൻ കുറേയും കൂടെ കാം ആവും. അത് കൂടാതെ ലോങ് എക്സലേഷൻ, ഇപ്പൊ നമ്മൾ ഓരോ യോഗയിലൊക്കെ ലോങ് എക്സലേഷനാ പ്രാക്ടീസ് ചെയ്യണം. ലോങ് എക്സലേഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഡയഫ്രം കംസ് അപ്പ്. ഡയഫ്രം മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റിനെ അത് ഫാസ്റ്റനാക്കും. ആ മെസ്സേജ് ബ്രെയിനിലേക്ക് എത്തും ആൻഡ് വിച്ച് വിൽ ഇൻ ടേൺ ആക്ടിവേറ്റ് ദ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. അപ്പൊ രണ്ട് സിമ്പിൾ ടെക്നിക്. പിന്നെ ഡൈവേർഷൻ ഓഫ് തോട്ട്
സെൽഫ് ഹിപ്നോസിസ്, ഇങ്ങനെ കുറെ ടെക്നീക്സ് നമ്മൾ സ്ട്രെസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പേപ്പറും പെൻസിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇമോഷൻസ് എഴുതി വെക്കാം. അത് കൂടാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് ബ്രീത്തിങ് വഴി നമ്മുടെ മൈൻഡിനെ കൺട്രോളിൽ നിർത്താം. സോ ദിസ് ഈസ് ഹൗ വി ആക്ടിവേറ്റ് ദ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. അത് കൂടാതെ ഇത് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള മെക്കാനിസം ആണ്. പക്ഷേ സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ റെഗുലർ ആയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, ജസ്റ്റ് ലൈക്ക് യോഗ, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നടത്താം, എന്തെങ്കിലും റെഗുലർ എക്സർസൈസ്, അല്ലെങ്കിൽ നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, പുതിയ ലാംഗ്വേജ് പഠിക്കുക, എപ്പോഴും ബ്രെയിനിന് സ്റ്റിമുലേഷൻ കൊടുക്കുന്ന കാര്യങ്ങളാവുമ്പോഴത്തേക്കും ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഇൻഡ്യൂസിങ് ദിസ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ഇപ്പൊ എക്സർസൈസും യോഗയൊക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ സിനാപ്റ്റിക് സ്ട്രെങ്ത്. നമ്മൾ മെമ്മറി പ്രോട്ടീൻസ് സ്റ്റോർ ചെയ്യണ ഏരിയാസിന്റെ നമ്പർ കൂടും ആൻഡ് മോർ മെമ്മറി ക്യാൻ ബി സ്റ്റോർഡ്. അതുപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ റിലീസ്, നല്ല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കൂടുതൽ റിലീസ് ചെയ്യും. പിന്നെ ഈ ഡെൻഡ്രൈറ്റിക് സ്പൈൻ ഫോർമേഷൻ നമ്പർ കൂട്ടും. അതുപോലെ തന്നെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്, ട്രോഫിക് ഫാക്ടേഴ്സ് വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ബ്രെയിൻ ഹെൽത്ത് വിൽ ബി റിലീസ്ഡ് മോർ. അതുപോലെ തന്നെ കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ബ്രെയിനിലേക്ക് എത്തും. സോ ഓക്സിജൻ വിൽ റീച്ച് ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ബ്രെയിൻ. അത് വരുമ്പോഴത്തേക്കും എൻറ്റയർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ സർക്യൂട്ട്സ് സ്ട്രെങ്തൻഡ് ആവും, വിച്ച് വിൽ ഇംപ്രൂവ് യുവർ മോട്ടോർ എബിലിറ്റി, കോഗ്നീഷൻ, മൂഡ് ആൻഡ് മോട്ടിവേഷൻ. ഇതൊരു യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോ ഇലിനോയ്സിൽ ചെയ്ത സ്റ്റഡിയാണ്, വേർ യു ക്യാൻ സീ ഒരു 20 മിനിറ്റ് നടത്തം കൊണ്ട് എത്രത്തോളം ബ്രെയിൻ സ്റ്റിമുലേറ്റഡ് ആയെന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ വെറുതെ ഇരിക്കണതിന് പകരം ജസ്റ്റ് ഒരു വാക്കിംഗ് നമ്മുടെ ഡേ ടു ഡേ ഹാബിറ്റ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അത്രയും സ്റ്റിമുലേറ്റഡ് ആവും. അത് രാവിലെ തന്നെ ആവുമ്പോഴത്തേക്കും നമുക്ക് ആ പുറത്ത് നടക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ സുപ്രാക്യാസ്മാറ്റിക് ന്യൂക്ലിയസിന്റെ സ്റ്റിമുലേഷനും കൂടെ കിട്ടിക്കോളും. അത് കൂടാതെ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ എങ്ങനെ ബ്രെയിൻ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ, സോ ദിസ് ഈസ് ഈ വീഡിയോന്റെ സൗണ്ട് കേൾക്കാന്നറിയില്ല. ഇത് ഐൻസ്റ്റൈന്റെ ബ്രെയിൻ എങ്ങനെ ചേഞ്ച് ആയെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പൊ ഹി യൂസ് ടു പ്ലേ വയലിൻ whenever he used to get stressed, he used to relax his brain by practicing violin. അല്ലെങ്കിൽ ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുമ്പോഴത്തേക്കും he used to completely relax his entire network. അപ്പൊ അതുകൊണ്ടാണ് ഐൻസ്റ്റൈൻ പറഞ്ഞേക്കണ തിയറി ഓഫ് റിലേറ്റിവിറ്റി occurred to me by intuition and music was the driving force behind that intuition. അപ്പൊ മ്യൂസിക്കിനും അതുപോലത്തെ ഇങ്ങനത്തെ റിലാക്സേഷൻ ടെക്നീക്സിന് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കൂട്ടാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ബിൽഡ് ചെയ്യണ സ്ട്രെസ്സിനെ നമുക്ക് ഭയങ്കരമായിട്ട് കുറക്കാൻ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എക്സാമിന്റെ ടൈമിലായാലും കുട്ടികൾക്ക് ആ എക്സാമിനെ കുറിച്ച് മാത്രം സ്ട്രെസ് കൊടുക്കുന്നതിന് പകരം ഇടയ്ക്ക് വെച്ച് അവർക്ക് ഇങ്ങനത്തെ റിലാക്സേഷന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ റിലാക്സേഷന് വേണ്ടി ഗെയിം കളിക്കാനായിട്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കൊടുക്കും. അത് ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ് ഇൻഡ്യൂസേഴ്സ് ആണ്. അതൊരിക്കലും അവരുടെ ബ്രെയിനിനെ റിലാക്സ് ചെയ്യില്ല. ബട്ട് ജസ്റ്റ് ഒരു ഗാർഡനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും റിലാക്സ് ചെയ്യണ കാര്യങ്ങളായി കഴിയുമ്പോഴത്തേക്കും they will become much more relaxed and our brain will be prepared to gain more knowledge. അപ്പോൾ അതെല്ലാം സാധിക്കണമെങ്കിൽ we have to have this in between breaks. അപ്പോൾ ബ്രേക്സ് അത്രയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് നമ്മുടെ ബ്രെയിൻ റിലാക്സേഷന് വേണ്ടി. അത് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണത് ബ്രെയിൻ ഹെൽത്തിൽ മെഡിറ്റേഷൻ തന്നെയാണ്. കാരണം മെഡിറ്റേഷന് നമ്മുടെ ബ്രെയിനിന്റെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള 2 ഏരിയാസ്, കോർട്ടെക്സ് ആൻഡ് ഹിപ്പോക്യാമ്പസ്, ഇതിന്റെ രണ്ടിന്റെയും തിക്നെസ് കൂടുന്നതായിട്ടാണ്. ഇപ്പൊ റെഗുലർ ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരിൽ ആ ലോങ് ടേം മെമ്മറി സ്റ്റോർ ചെയ്യണ കോർട്ടെക്സിന്റെ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഈ ഗേറ്റ് വേ ടു മെമ്മറി ആയി ഹിപ്പോക്യാമ്പസിന്റെ തിക്നെസ് വളരെയധികം കൂടുന്നതായിട്ട് സ്റ്റഡീസ് പ്രൂവൺ ആണ്. അത് കൂടാതെ നമ്മൾ ഓവർലി സ്ട്രെസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നീക്ക് ചെയ്യുമ്പോഴത്തേക്കും ദാറ്റ് വിൽ ഗീവ് ദാറ്റ് കാംനെസ് ടു ദ ബ്രെയിൻ. അപ്പോൾ ബ്രെയിനിൽ കുറേയും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് ബ്രെയിൻ ഷാർപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. സോ നമ്മൾ മെഡിറ്റേഷൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായതുകൊണ്ട് ന്യൂറോ സയൻസിന്റെ ടെക്നീക്ക് വഴി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് നമ്മൾ ഇന്റേണൽ വിഷ്വലൈസേഷൻ എന്ന് പറയും. ജസ്റ്റ് നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് നമ്മുടെ ഭ്രൂമധ്യത്തിലുള്ള ആ ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു ദീപത്തിനേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട്. സോ ദാറ്റ് ഈസ് ഇന്റേണൽ വിഷ്വലൈസേഷൻ. അത് കഴിയുമ്പോൾ സെക്കൻഡ് ഈസ്
നമ്മൾ ഫോക്കസ് ഭയങ്കര ഏതെങ്കിലും ഒരു ക്ലോസ് ഒബ്ജക്ട് നമ്മൾ കൈവെള്ളയിൽ നോക്കിയിട്ട് ജസ്റ്റ് അതിന്റെ 2 ചെറിയ ലൈൻസ് ക്രോസ് ചെയ്യണ ഒരു ഏരിയയിലേക്ക് കുറച്ചു നേരം ഫോക്കസ് ചെയ്തിരിക്കുക. അത് കഴിഞ്ഞ് 3ാമത്തെ സ്റ്റെപ്പ് ഈസ് ഡീ ഫോക്കസിങ്. ഇതെല്ലാം കൂടെ ഒരു 5 to 10 മിനിറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെഡിറ്റേഷൻ എഫക്റ്റീവ് ആയിട്ടുള്ള റീജിയൻസ് സ്റ്റിമുലേറ്റ് ആകണമായിട്ടാണ് കണ്ടേക്കണം. സോ മെഡിറ്റേഷന്റെ അത്രയും കംപ്ലീറ്റ് ഇഫക്റ്റ് തരൂല്ലെങ്കിലും ഈ ഒരു 3 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ നമുക്ക് ആ ഒരു റീജിയൻ അല്ലെങ്കിൽ കോർട്ടെക്സിനെ ഹിപ്പോ ക്യാമ്പസിനെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ്. ഞാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോയത്. സോ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ് നമ്മൾ അത്രയും എംഫസിസ് കൊടുത്ത് പറഞ്ഞാണ്. നമ്മൾ ബ്രെയിൻ ഹെൽത്തിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിലും വി വിൽ സീ ദി സ്ലീപ്പ് ഡിപ്രൈവേഷൻ അല്ലെങ്കിൽ സ്ലീപ്പ് ക്വാളിറ്റി കോംപ്രമൈസ്ഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആ സ്ലീപ്പ് ഹൈജീൻ കൊണ്ടുവരാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ റെഗുലാരിറ്റിയാണ്. നമ്മൾ ആ ഉറങ്ങണ സമയം എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യുക, ഈവൻ ഡ്യൂറിങ് വീക്കെൻഡ്. അത് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അറിയാം. യങ്ങർ ജനറേഷനോടൊക്കെ അല്ലെങ്കിൽ ഏതൊരു പോപ്പുലേഷനിലും ആ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യാറില്ല. നമ്മൾ എപ്പോഴും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ തോന്നിയ പോലെയും. പക്ഷെ ആ റെഗുലാരിറ്റി കൊണ്ടുവന്നാലാണ് നമ്മുടെ ആ സ്ലീപ്പ് ഹെൽത്ത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ സമയത്ത് നമ്മൾ പ്രോഗ്രാംഡ് ആവും, നമ്മുടെ ബ്രെയിൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും ആൻഡ് ദ എൻറ്റയർ സിസ്റ്റം വിൽ വർക്ക് അക്കോർഡിംഗ്ലി. കാരണം നമ്മുടെ സർക്കേഡിയൻ റിതം അനുസരിച്ച് നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങും. സോ സ്ലീപ്പ് ഈസ് സച്ച് എൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. അതുകൂടാതെ ഫിസിക്കൽ ആക്ടിവിറ്റി, നേരത്തെ നമ്മൾ പറഞ്ഞ ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഒരു 20 മിനിറ്റ് നടത്തം കൊണ്ട് നമ്മുടെ ബ്രെയിനിൽ അത്രയും ചേഞ്ചസ് വരും. That will release lot of good molecules that will prevent any kind of mental health complications. അത് കൂടാതെ ന്യൂട്രീഷൻ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫൈബർ റിച്ച് ഫുഡും അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് റിച്ച് ഫുഡുമാണ്. ഇപ്പോൾ ഫൈബർ റിച്ച് ഫുഡിന് ഇപ്പോഴത്തെ റിസർച്ച് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഐ നീഡ് അനദർ 2 to 3 hours. അതുകൊണ്ട് ഐ എം നോട്ട് ഗോയിങ് ടു ദ ഡീറ്റെയിൽസ്. ബട്ട് നമ്മുടെ ഗട്ടിലെ മൈക്രോബ്സിന് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഗട്ടിലെ ഹെൽത്തി ബാക്ടീരിയനെ മെയിൻറ്റെയിൻ ചെയ്യാൻ യു നീഡ് ഹെൽത്തി ഫൈബേഴ്സ്. അതുകൊണ്ടാണ് ഇത്രയും ഫൈബറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഫൈബർ റിച്ച് ഫുഡും അതേപോലെ തന്നെ ന്യൂട്രീഷൻ, ഈ ആന്റി ഓക്സിഡന്റ് റിച്ച് ഫുഡ്, നമ്മുടെ ബ്രെയിനിൽ ഏറ്റവും കൂടുതൽ ജനറേറ്റ് ചെയ്യണ ടോക്സിൻസ് എന്ന് പറഞ്ഞാൽ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും. സോ ആന്റി ഓക്സിഡൻസ് ആർ ഫ്രീ റാഡിക്കൽ സ്കാവഞ്ചേഴ്സ്. അപ്പോൾ ഫ്രീ റാഡിക്കൽസ് അക്യൂമുലേഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ ആന്റി ഓക്സിഡൻസിന് പറ്റും. അപ്പൊ അതിനെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിനെ ഹെൽത്തി കണ്ടീഷനിലേക്ക് കൊണ്ടുവരും. സോ കളേർഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ റിച്ച് സോഴ്സ് ഓഫ് ആന്റി ഓക്സിഡൻസ്. അതേപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ് ഒക്കെ വൈൽഡ് ഫിഷസിൽ നിന്നും കിട്ടും. സോ ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് മോളിക്യൂൾസ് ഫോർ യുവർ ബ്രെയിൻ. പിന്നെ സ്ട്രെസ് റിഡക്ഷനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്. പിന്നെ സോഷ്യലൈസേഷന്റെ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ സോഷ്യലൈസേഷനിൽ നമുക്ക് അത്രയും ബ്രെയിൻ റിലാക്സേഷൻ കിട്ടും. നമ്മൾ കോവിഡ് പാൻഡമിക്കിന്റെ സമയത്ത് ഓരോരുത്തരും വീട്ടിൽ ഇരുന്ന് തുടങ്ങിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും എത്രത്തോളം ഡിഫിക്കൽട്ടാണ് ഒരു നമ്മൾ ഒറ്റക്ക് ആ ഒരു ക്ലോസ്ഡ് സർക്കിളിൽ ഡീൽ ചെയ്യണേ എന്നുള്ള കാര്യം. പക്ഷെ നമ്മൾ കൂടുതൽ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ വി ആർ ബിൽഡിങ് അപ്പ് ലോട്ട് മോർ കണക്ഷൻസ്. അതൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ വെൻ വി ആർ ട്രാവലിംഗ്, നമുക്ക് ആ ട്രാവലിംഗ് ഭയങ്കര മെന്റൽ സ്റ്റിമുലേഷൻ ആണ്. ആ മെന്റൽ സ്റ്റിമുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ യു ആർ എക്സ്പോസ് ടു ന്യൂ ഫുഡ്, ന്യൂ കൾച്ചർ, ന്യൂ എൻവയോൺമെന്റ്. ഇതെല്ലാം പുതിയ പുതിയ നെറ്റ്വർക്കായിട്ട് നമ്മുടെ ബ്രെയിനിൽ ബിൽഡ് ചെയ്യും. ആൻഡ് ദാറ്റ് നെറ്റ്വർക്ക് വിൽ ഹെൽപ്പ് ഇൻ ദ റിലാക്സേഷൻ പ്രോസസ്. അപ്പോൾ കൂടുതൽ സ്ട്രെസ് ബിൽഡ് ചെയ്യുമ്പോഴത്തേക്കും യു ഹാവ് ടു ടേക്ക് എ ബ്രേക്ക് ആൻഡ് ഗോ ഫോർ സം വെക്കേഷൻ. ഇതൊക്കെയാണ് യൂറോപ്പിലും യു എസിലൊക്കെ ആൾക്കാർ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് ചെയ്യണം. നമ്മുടെ ഇവിടെ ഇപ്പോഴും ആ ഒരു കൾച്ചർ വരാത്തതുകൊണ്ട് നമ്മൾ ആ റിലാക്സേഷൻ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അത് കൂടാതെ ക്രിയേറ്റിവിറ്റി, നമ്മൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, പുതിയ ലാംഗ്വേജ് അല്ലെങ്കിൽ പുതിയ സ്കിൽസ്, ഇപ്പൊ ഗാർഡനിങ് അല്ലെങ്കിൽ പുതിയ കുക്കിംഗ്, ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും യു ആർ ഇൻഡ്യൂസിങ് ലോട്ട് മോർ കണക്ഷൻസ് ഇൻ ദ ബ്രെയിൻ, അല്ലെങ്കിൽ പുതിയ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് അതെല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ബ്രെയിൻ ഹെൽത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇതെല്ലാത്തിനും പുറമേ നമ്മൾ ഒരു ബ്രെയിൻ ഹെൽത്ത് ഹൈജീൻ ചാർട്ട്, ഇത് നമ്മൾ ദിസ് ഈസ് അക്കോർഡിംഗ് ടു മൈ ഷെഡ്യൂൾ, ബട്ട് ദിസ് ക്യാൻ ബി ഡൺ എനി ടൈം ബിഫോർ 7 AM. കാരണം 7 മണിക്ക് മുമ്പ് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഇഫക്റ്റീവാണ്. അപ്പൊ
ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വെച്ചാൽ ആദ്യത്തെ ബ്രെയിൻ ഫോക്കസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും ആദ്യം നമ്മുടെ ബ്രെയിനിലേക്ക് വന്ന നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. ഒരു 70 മോർ ദാൻ 70 ലൈക്ക് 80-90% തോട്ട്സും നെഗറ്റീവ് തോട്ട്സ് ആണ് നമ്മുടെ ബ്രെയിനിലേക്ക് കടന്നു തന്നെ. അതുപോലെ തന്നെ പ്രീവിയസ് ഡേയുടെ തോട്ട്സ്, ഇങ്ങനെ എല്ലാം കൊണ്ട് നമ്മുടെ ബ്രെയിൻ അറിയാൻ തുടങ്ങും. അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ട ടാസ്ക്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ, പല പല കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് വരും. അപ്പൊ തന്നെ നമ്മുടെ ബ്രെയിൻ ഫോക്കസിൽ നിന്ന് മാറും. അപ്പൊ ഫോക്കസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആദ്യം തന്നെ 3 സ്റ്റെപ്പിൽ നമ്മൾ കാര്യങ്ങൾ പറയണത്. ഒന്ന്, എല്ലാവർക്കും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വി ടെൽ പീപ്പിൾ ടു ഫോക്കസ് ഓൺ ബ്രെത്ത്. നമ്മുടെ ശ്വാസം കഴിക്കണേലും ശ്വാസം പുറത്തേക്ക് വിടണേലേക്കും ബ്രെയിനിനെ ഫോക്കസ് ചെയ്യാം. സോ മൈൻഡ്ഫുൾനെസ് ഇൻവോൾവ് ചെയ്യുക. ജസ്റ്റ് നമുക്ക് കട്ടിലേ ഇരുന്നുകൊണ്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. രാവിലെ എണീറ്റിട്ട് ജസ്റ്റ് സ്പൈൻ സ്ട്രെയിറ്റ് ആയിരിക്കണം, സോ ദാറ്റ് ദ എനർജി ഫ്ലോ വിൽ ബി ഹാപ്പനിങ് ഇൻ എ പ്രോപ്പർ വേ. ആൻഡ് ദെൻ ആഫ്റ്റർ കീപ്പിംഗ് യുവർ സ്പൈൻ സ്ട്രെയിറ്റ്, നമ്മൾ കട്ടിലേ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടിലേക്കും മൈൻഡിനെ ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്യാം. സോ വെൻ യു ഇൻഹെയിൽ, ദ മൈൻഡ് ഷുഡ് ട്രാവൽ വിത്ത് ദ ബ്രെത്ത്, ആൻഡ് വെൻ യു എക്സെയിൽ, ദ മൈൻഡ് ഷുഡ് ട്രാവൽ വിത്ത് ദ ബ്രെത്ത്. അങ്ങനെ ഒരു 2 to 3 മിനിറ്റ്സ് ഇരിക്കുമ്പോൾ തന്നെ ബ്രെയിൻ വിൽ കം ടു ഫോക്കസ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ്, നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ്. നമ്മളെപ്പോഴും ആ നെഗറ്റീവ് തോട്ട്സിനെ ഓവർകം ചെയ്യാനായിട്ട് വി ഫിൽ അവർ കണക്ഷൻസ് വിത്ത് ലോട്ട് ഓഫ് പോസിറ്റീവ് തോട്ട്സ്. അപ്പൊ നമ്മളെ കുറിച്ചുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ആ നെക്സ്റ്റ് 2 to 3 മിനിറ്റ്സിൽ. അത് കഴിഞ്ഞ് മൂന്നാമത് വിഷ്വലൈസേഷൻ. നമ്മളൊരു ഇന്നത്തെ ദിവസം എങ്ങനെ ഇരിക്കണമെന്ന്, അല്ലെങ്കിൽ നാളത്തെ ദിവസം എങ്ങനെ ഇരിക്കണമെന്ന് നമ്മൾ ആ വിഷ്വലൈസ് ചെയ്യണം, എൻറ്റയർ പ്രോസസ്. അല്ലെങ്കിൽ 5 years, ഞങ്ങൾ സ്റ്റുഡൻസിനോട് പറയണതെന്ന് വെച്ചാൽ 5 years or 10 years ഡൗൺ ദ ലൈൻ വാട്ട് ദേ വാണ്ട് ടു അച്ചീവ് ഇൻ ലൈഫ്, അതിപ്പോ തന്നെ വിഷ്വലൈസ് ചെയ്ത് തുടങ്ങാൻ പറയും. ആ വിഷ്വലൈസ് ചെയ്യുമ്പോഴത്തേക്കും there will be lot of neural networks that will be built. ആ നെറ്റ്വർക്ക് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ ആവുമ്പോഴത്തേക്കും that network will drive them to achieve that goal. അതാണ് നമ്മൾ ആ രാവിലെ തന്നെ ചെയ്യുമ്പോഴത്തേക്കും that network becomes more strong. ഈ 3 സ്റ്റെപ്പ് ജസ്റ്റ് ഒരു 6 to 8 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം. അത് ചെയ്യണ കൊണ്ട് അത്രയും കൂടുതൽ ബെനിഫിറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഫസ്റ്റ് ആ മൈൻഡ്ഫുൾ ആയിട്ട് ബ്രെത്തിൽ ഫോക്കസ് ചെയ്യുക, രണ്ടാമത്തെ ആ പോസിറ്റീവ് അഫർമേഷൻ, തേർഡ് ഈസ് വിഷ്വലൈസേഷൻ. ഇത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ ഹൈലി ഫോക്കസ്ഡ് ആൻഡ് എനർജറ്റിക് ആയിട്ട് മാറും. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ലേണിങ്ങും മെമ്മറിയും ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കാനായിട്ട് തുടങ്ങും. അത് കഴിയുമ്പോൾ നമ്മൾ ടോയ്ലറ്റിങ്ങും അതുപോലെ തന്നെ ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് യു ഹാവ് ടു ഹൈഡ്രേറ്റ് യുവർ ബ്രെയിൻ ആൻഡ് ബോഡി. കാരണം രാത്രി ഉറക്കം കഴിയുമ്പോഴത്തേക്കും ലോട്ട് ഓഫ് ഡീഹൈഡ്രേഷൻ വിൽ ഹാപ്പൻ. ഇപ്പൊ രാവിലെ ആ വെള്ളം കുടിക്കുമ്പോഴത്തേക്കും that will help in the removal of lot of toxins from the body, and also it will circulate lot of water through CSF and blood to the brain, and that will detoxify lot of things. അപ്പൊ അത് കൂടാതെ നെക്സ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വെച്ചാൽ ഒരു മൈൽഡ് സ്ട്രെച്ചിങ് എങ്കിലും. നമ്മൾ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരിട്ട് ആക്ടിവിറ്റീസിലേക്ക് കടക്കുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് ഒന്ന് നെക്ക് റൊട്ടേഷൻ, അതുപോലെ തന്നെ ജോയിന്റ്സിനെ എല്ലാം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ആ സ്ട്രെച്ചിങ് മാത്രം ചെയ്താൽ തന്നെ നമ്മുടെ ഡോപാമിനർജിക് ന്യൂറോൺസ് ബ്രെയിനിൽ ആക്റ്റീവ് ആവും. ആൻഡ് ദാറ്റ് വിൽ കീപ് യു മോട്ടിവേറ്റഡ് ത്രൂ ഔട്ട് ദ ഡേ. ഇപ്പൊ സ്ട്രെച്ചിങ് നമ്മൾ ഏതൊരു ഓർഗാനിസം എടുത്താലും, ലെറ്റ് ഇറ്റ് ബി ഡോഗ്സ്, ക്യാറ്റ്, ഏതൊരു ഓർഗാനിസവും അവര് ആ ഒരു മോർണിംഗ് ഉറക്കം കഴിഞ്ഞ് കഴിയുമ്പോൾ എണീറ്റ് കഴിയുമ്പോൾ ഫസ്റ്റ് ചെയ്യണ സ്ട്രെച്ചിങ് ആണ്. നമ്മൾ മാത്രമാണ് നേരിട്ട് നമ്മുടെ ആക്ടിവിറ്റീസിലേക്ക് കടക്കണം. ആ സ്ട്രെച്ചിങ് കൊണ്ട് അത്രയും നമ്മുടെ ബ്രെയിനിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങും. ആൻഡ് നെക്സ്റ്റ് ഈസ്, ഇപ്പൊ നമ്മൾ ബ്രീത്തിങ്ങിൽ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ബ്രീത്തിങ് ജസ്റ്റ് ഒന്ന് മൈൽഡായിട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ബ്രെയിനിലേക്ക് കൂടുതൽ എത്താൻ തുടങ്ങും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആ മോർണിംഗ് സൺ എക്സ്പോഷർ ആണ്. അതിന് ജസ്റ്റ് നിങ്ങൾ അകത്തിരുന്നാൽ പോരാ, ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി തന്നെ നടക്കണം. അപ്പൊ ഒരു 10 to 20 മിനിറ്റ് പുറത്ത് നടക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ ബി ഇനഫ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിമുലേഷനും കിട്ടും, അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ആ മൈൽഡ് എക്സർസൈസും ആവും, വിച്ച് വിൽ സ്റ്റിമുലേറ്റ് മോർ
blood flow to the brain, and also it will activate the suprachiasmatic nucleus to switch on your active cycle as well as your sleepiness cycle. ഈ രണ്ട് കാര്യത്തിനെ നിങ്ങൾക്ക് ആ സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റും. അത് കൂടാതെ ഈവനിങ് ടൈമിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് കൂടാതെ ഒരു കാര്യം മിസ്സായി പോയെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ രാവിലെ ബ്രെയിനിന് ഗ്ലൂക്കോസ് ആയിട്ടാണ് ബ്രെയിൻ ന്യൂട്രിയൻസ് സ്വീകരിക്കുന്നത്. അപ്പൊ ആ ഗ്ലൂക്കോസ് ഡിപ്രൈവ്ഡ് ആയിക്കഴിഞ്ഞാൽ ബ്രെയിനിന്റെ ആക്ടിവിറ്റീസിനെ അത് അഫക്ട് ചെയ്യാൻ തുടങ്ങും. സോ ബ്രേക്ക്ഫാസ്റ്റ് ഷുഡ് ബി ഗിവൺ മോസ്റ്റ് ഇമ്പോർട്ടൻസ്. അപ്പൊ അത് രാവിലെ 9 മണിക്ക് മുമ്പ് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് രാത്രി ആവുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കണ ഒരു കാര്യം എന്ന് വെച്ചാൽ ഉറങ്ങണേലും അറ്റ്ലീസ്റ്റ് 2 മണിക്കൂർ മിനിമം 2 മണിക്കൂർ മുമ്പെങ്കിലും ഡിന്നർ കഴിക്കുക എന്നുള്ളതാണ്. കാരണം ഡിന്നർ നേരത്തെ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഡിന്നർ ഓൾറെഡി അൺഡൈജസ്റ്റഡ് ഫുഡ് കിടക്കണമെങ്കിൽ ലോട്ട് ഓഫ് ബ്ലഡ് വിൽ ബി ഡ്രോൺ ടു ദ ഇൻറ്റസ്റ്റൈൻ. അപ്പൊ രാത്രി കിടക്കാൻ നേരത്ത് നമുക്ക് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ബ്രെയിനിലേക്കാണ് വേണ്ടത്. നമ്മുടെ എൻറ്റയർ സർക്കുലേഷന്റെ 25% ഓഫ് സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ ഗോസ് ടു ദ ബ്രെയിൻ. അത് ഉറക്കത്തിന്റെ സമയത്ത് അത്രയും സ്ട്രോങ് ആയിട്ട് നടക്കും. പക്ഷേ അൺഡൈജസ്റ്റഡ് ഫുഡ് ഉണ്ടെങ്കിൽ ദർ വിൽ ബി ലോട്ട് ഓഫ് ബ്ലഡ് ദാറ്റ് വിൽ ബി ഡ്രോൺ ടു ദ ഇൻറ്റസ്റ്റൈൻ. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡൈജസ്റ്റ് ചെയ്തിട്ട് കിടക്കണമെന്ന് പറയണം. സോ യു ഹാവ് ടു ഹാവ് യുവർ ഡിന്നർ അറ്റ്ലീസ്റ്റ് 2 hours ബിഫോർ യുവർ സ്ലീപ്പ്. പിന്നെ ബെഡ് ടൈമിന് മുമ്പ് സ്ക്രീൻ ഫ്രീ ടൈം, നേരത്തെ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലൂയിഷ് യെല്ലോ ലൈറ്റ് ഈവനിങ് ടൈമിൽ സ്റ്റിമുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ മെലറ്റോണിൻ പാത്വേനെ അഫക്ട് ചെയ്യും. ആൻഡ് മെലറ്റോണിൻ വിൽ ബി ഇൻഹിബിറ്റഡ് വിച്ച് വിൽ അഫക്ട് യുവർ ക്വാളിറ്റി സ്ലീപ്പ്. അത് കൂടാതെ നമ്മൾ ഈ ബ്ലൂയിഷ് യെല്ലോ ലൈറ്റ് നൈറ്റിൽ കൂടുതൽ സ്റ്റിമുലേഷൻ വരുമ്പോൾ ദർ ഇസ് അനദർ ഏരിയ ഇൻ ദ ബ്രെയിൻ വിച്ച് ഗെറ്റ് സ്റ്റിമുലേറ്റഡ് വിച്ച് ഇസ് കോൾഡ് ദ ഹെബനുല. ആ ഹെബനുല എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഇൻഹിബിറ്റ് ദ ഡോപ്പാമിനർജിക് ന്യൂറോൺസ്. അപ്പൊ ഡോപ്പാമിൻ ലെവൽ നെക്സ്റ്റ് ഡേ എണീക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര കുറവായിരിക്കും. അപ്പൊ നമ്മൾ കുറേയും കൂടെ ലെത്താർജിക് ആയിട്ട് നമുക്ക് തോന്നും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്ക്രീൻ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് വരെ TV കണ്ടിട്ട് അല്ലെങ്കിൽ മൊബൈൽ നോക്കി കിടക്കണവർക്ക് നെക്സ്റ്റ് ഡേ എണീക്കുമ്പോഴും ആ ക്ഷീണം കണ്ടിന്യൂ ചെയ്യും. അപ്പൊ അതിന് പകരം നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവ് കാര്യങ്ങൾ, യു ക്യാൻ സ്റ്റേ വിത്ത് യുവർ ഫാമിലി, സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് യുവർ ഫാമിലി, ഓർ റീഡ് ഗുഡ് ബുക്സ്, അല്ലെങ്കിൽ നല്ല മ്യൂസിക് കേൾക്കാം. ഇതെല്ലാം ചെയ്യാം. ആ സ്ക്രീൻ ഫ്രീ ടൈം എന്ന് പറയണത് നമ്മുടെ ലൈഫിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇന്നത്തെ നമ്മൾ ഫാസ്റ്റ് കമ്മ്യൂണിക്കേറ്റിംഗ് മൊബൈൽ നെറ്റ്വർക്ക്സ് ഇതിന്റെ എല്ലാത്തിന്റെ സമയത്ത് നമുക്ക് ദർ ഈസ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ഗോസ് ടു ദ ബ്രെയിൻ. അപ്പൊ നമുക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ക്ലട്ടറിങ് ഓഫ് ഇൻഫർമേഷനാണ്. കാരണം അത്രയും ഇൻഫർമേഷൻ ഫ്ലഡിങ് വരുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിന് എന്താണ് ഇമ്പോർട്ടൻ്റ് എന്നും എന്താണ് അവോയ്ഡ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ അത്രയും ക്ലിയർ ആവില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ചെറിയ മെമ്മറി ഇഷ്യൂസ് അത്രയും കൂടി വരാം. കാരണം നമുക്ക് ആ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് സാധിക്കാതെ ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഫോക്കസിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ അതിനുവേണ്ടി സ്ക്രീൻ ഫ്രീ ടൈം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ആ കുറേ കൂടെ റിലാക്സ് ആയിട്ട് കിടക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് നിങ്ങൾക്ക് മൊബൈലിൽ അല്ലാതെ ഏതെങ്കിലും ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് റീകളക്ട് ചെയ്ത് നോക്കാം. ഇതെല്ലാം ഭയങ്കരമായിട്ട് നമ്മുടെ കൺസോളിഡേഷൻ ഓഫ് മെമ്മറിനെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ആ ഉറങ്ങണതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, എന്നിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും ഞങ്ങൾ സൊസൈറ്റിയിൽ ക്ലാസ്സസ് എടുക്കുമ്പോൾ ആൾക്കാരോട് ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് ന്യൂസും FIR-ഉം ക്രൈമും പോലത്തെ കാര്യങ്ങളാണ് കണ്ടിട്ട് കിടക്കണമെങ്കിൽ that will be the inbuilt network in your brain, because the brain during sleep gets this consolidation of memory. അപ്പൊ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ഈ ക്രൈമും അതേപോലെ തന്നെ അൺവാണ്ടഡ് തിങ്സ് ആണ് സ്റ്റോർ ചെയ്യണമെന്ന് ആവശ്യമുള്ളെങ്കിൽ യു ക്യാൻ വാച്ച് ഓൾ ദോസ് തിങ്സ്. അല്ലെങ്കിൽ അൺവാണ്ടഡ് ന്യൂസ് നിങ്ങൾ there are a lot of rubbish news that goes on. അതെല്ലാത്തിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ ആ രാത്രിയുള്ള ആ ഏറ്റവും നല്ല സമയം നിങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ്വർക്കാണ് നശിക്കുന്നത്. നിങ്ങൾക്ക് ആ ക്വാളിറ്റി സ്ലീപ്പ് അഫക്റ്റഡ് ആവും ആൻഡ് യുവർ നെറ്റ്വർക്ക് വിൽ ബി ബിൽഡ് വിത്ത് ഓൾ ദീസ് ജങ്ക്സ്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ നല്ല ഇൻഫർമേഷൻ ഫീഡ് ചെയ്തിട്ട് കിടക്കാൻ പറയണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യണ സെന്റർ ഫോർ ന്യൂറോ സയൻസിന്റെ പ്രജ്ഞ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് കണക്ടിങ് സയൻസ് ആൻഡ് സൊസൈറ്റി. ഇപ്പൊ നമ്മൾ
വേൾഡ് വൈഡ് നടക്കുന്ന ന്യൂറോ സയൻസിലെ റിസർച്ചും അതുപോലെ തന്നെ സെന്ററിൽ നിന്ന് ഡെവലപ്പ് ചെയ്യണ റിസർച്ച് ഫൈൻഡിങ്സും നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി സൗജന്യമായിട്ട് നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പ്രജ്ഞ. പ്രജ്ഞയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ് ഉദ്ബോധ് എന്ന് പറഞ്ഞ വിച്ച് ക്രിയേറ്റഡ് കൊച്ചിൻ ആസ് ഇന്ത്യസ് ഫസ്റ്റ് ഡിമെൻഷ്യ ഫ്രണ്ട്ലി സിറ്റി. അതിൽ നമ്മൾ മെമ്മറി വാക്ക് കണ്ടക്ട് ചെയ്ത് ദെൻ കോൺഫറൻസ് ആൻഡ് ഫോട്ടോ എക്സിബിഷൻസ്. ദിസ് വാസ് കംപ്ലീറ്റ്ലി വിത്ത് ദ സപ്പോർട്ട് ഓഫ് പബ്ലിക്. അത് കൂടാതെ അവയർനെസ് ക്യാമ്പയിൻസ്, നമ്മൾ ഈ ഇമ്പോർട്ടൻസ് ഓഫ് ബ്രെയിൻ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞ, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് മെമ്മറി ഇഷ്യൂസ് അല്ലെങ്കിൽ ഡിമെൻഷ്യ പോലത്തെ കണ്ടീഷൻസ് വരാതിരിക്കുക എന്നുള്ള കാര്യം സൊസൈറ്റിയിലേക്ക് എത്തിച്ച്, ആൻഡ് മെമ്മറി ക്ലിനിക്സ് ഇപ്പൊ സൗജന്യമായിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ മെമ്മറി ക്ലിനിക് ഉണ്ട് ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട്. ദെൻ മെമ്മറി കഫേയില് നമ്മൾ ഈ ഒരു ഇന്ററാക്ഷൻ ഡിമെൻഷ്യ ബാധിച്ച വ്യക്തികളും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും വന്നിരിക്കാനുള്ള ഒരു വേദി, അതാണ് മെമ്മറി കഫേ. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇത് ഇപ്പൊ മിക്ക ബ്ലോക്സും പഞ്ചായത്തും ഈ ഒരു കോൺസെപ്റ്റ് ഏറ്റെടുത്തിട്ട് അവരുടെ പദ്ധതിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ആദ്യത്തെ ഇംപ്ലിമെന്റ് ചെയ്തത് കൂവപ്പടി ബ്ലോക്കാണ്. അത് കൂടാതെ വി ഹാവ് എ ഫ്രീ ഡിമെൻഷ്യ കെയർ സെന്റർ വിച്ച് ഈസ് ഫങ്ഷണൽ അറ്റ് കലൂര് PG ആന്റണി ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ ഒരു ഡിമെൻഷ്യ ഫ്രീ ഡേ കെയർ ഉണ്ട്. അത് സൗജന്യമായിട്ട് ആൾക്കാരെ, അത് ജസ്റ്റ് ഡേ കെയർ മാത്രമല്ല, ആ ഒരു സെന്ററിൽ ആ കോഗ്നേറ്റീവ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള കുറെ ട്രെയിനിങ്ങും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് കൂടാതെ നമ്മൾ ഇതിനെല്ലാത്തിനെയും കണക്ട് ചെയ്യണ ഒരു ഡിമെൻഷ്യ ആപ്പ്, അതിപ്പോ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് TCS ഏറ്റെടുത്ത് അത് വലിയ രീതിയിൽ എൻറ്റയർ എറണാകുളം ഡിസ്ട്രിക്റ്റിന് വേണ്ടി ചെയ്യണം. അപ്പൊ ഈ പ്രോജക്റ്റിന്റെ നെക്സ്റ്റ് സ്റ്റേജ് ആണ് ഇപ്പൊ ബോധി എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. എറണാകുളം ജില്ലയും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റിന് വേണ്ടി ഒരു പോളിസി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണത്. ഇങ്ങനത്തെ ഇതൊരു ഡിമെൻഷ്യയുടെ ഒരു പ്രോജക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞാൽ വി ആർ ഓൾസോ കണ്ടക്ടിങ് റിസർച്ച് ഇൻ ദ ഏരിയ ഓഫ് ഓട്ടിസം. അത് കൂടാതെ ഈ മെന്റൽ ഹെൽത്തും ഇങ്ങനത്തെ എല്ലാ കാര്യത്തിന്റെ ഇൻഫർമേഷനും നമ്മൾ സൊസൈറ്റിയുടെ പാർട്ട്ണർഷിപ്പോടെയാണ് ചെയ്യണത്. ഇപ്പൊ ഇത് ഇത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ കൺവേ ചെയ്യണം. അല്ലെങ്കിൽ ഈ ആഴ്ച ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ നാക് വിസിറ്റ് എന്ന് വെച്ചാൽ 5 വർഷത്തിൽ കൂടെ നടക്കുന്ന ഒരു വിസിറ്റിന്റെ ടൈമാണ്. ഇപ്പൊ എല്ലാവരും ആകെ പാക്ഡ് ആണ്. പക്ഷെ ഇതിന്റെ ഇമ്പോർട്ടൻസ് കാരണമാണ് ഞാൻ ഇന്ന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 15 മിനിറ്റ്സ് എക്സീഡ് ചെയ്ത്. പക്ഷെ ഇതിന്റെ ഇമ്പോർട്ടൻസ് കാരണമാണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പൊ നമ്മള് ആദ്യം ഇങ്ങനത്തെ കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ആദ്യം ഒന്ന് നിങ്ങളുടെ ലൈഫിൽ ചെയ്ത് നോക്കിയിട്ട് ഇഫക്റ്റ് ഉണ്ടെന്ന് തോന്നണമെങ്കിൽ യു ഷെയർ ദിസ് ഇൻഫർമേഷൻ വിത്ത് അതേഴ്സ്. കാരണം നമ്മൾ ചെയ്ത് നോക്കാതെ ഒരിക്കലും നമ്മൾ സയൻസ് എന്ന് പറയണത് നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ ചെയ്ത് അനുഭവിച്ച് കഴിയുമ്പോൾ മാത്രമാണ് അതിന്റെ ഇഫക്റ്റ് ശരിക്കും നമുക്ക് മനസ്സിലാവണം. ആൻഡ് ദെൻ യു ഷെയർ വിത്ത് അതേഴ്സ്. ഇപ്പൊ നമ്മുടെ ഫാദർ ഓഫ് ദ നേഷൻ മഹാത്മാഗാന്ധിജി പറഞ്ഞ പോലെ തന്നെ യു ഷുഡ് ബി ദ ചേഞ്ച് ദാറ്റ് യു വാണ്ട് ടു സീ ഇൻ ദ സൊസൈറ്റി. അപ്പൊ നമ്മൾ ആദ്യം ചേഞ്ച് കൊണ്ടുവരിക, ദാറ്റ് ചേഞ്ച് വിൽ റിഫ്ലക്ട് ഇൻ ദ ഫാമിലി, ആൻഡ് ഫാമിലി വിൽ ചേഞ്ച് ദ സൊസൈറ്റി, ആൻഡ് സൊസൈറ്റി വിൽ ചേഞ്ച് ദ നേഷൻ. അങ്ങനെ മാത്രമാണ് നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. കാരണം നമ്മൾ എപ്പോഴും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെയൊക്കെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ അഡ്രസ് ചെയ്യാതെ പോണ കുറെ സിമ്പിൾ ആയിട്ട് നമ്മൾ നെഗ്ലക്ട് ചെയ്യണ കുറെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കാരണം ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ്, ഇതിനൊന്നും നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ബട്ട് ഓൾ ദോസ് തിങ്സ് ഹാവ് റിയലി ഇമ്പോർട്ടൻറ്റ് ലൈക്ക് ആപ്ലിക്കേഷൻസ് ഇൻ യുവർ ലൈഫ്. കാരണം അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പാലിച്ചാൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഹെൽത്ത് ഇഷ്യൂസും വരാതെ നമുക്ക് നോക്കാൻ പറ്റും. അവർ ഇമ്മ്യൂണിറ്റി വിൽ ബി റിയലി ഹൈ. അതേപോലെ തന്നെ നമുക്ക് ഏതൊരു അസുഖം വരാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണതൊക്കെ ഇങ്ങനത്തെ ഒരു നല്ലൊരു റൊട്ടീൻ നമ്മൾ കീപ്പ് ചെയ്യുമ്പോഴാണ്. നമ്മൾ കംപ്ലീറ്റ്ലി തോന്നിയ പോലെ ജീവിക്കുമ്പോഴാണ് നമുക്ക് അനാവശ്യമായിട്ട് മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് പ്രയോറിറ്റി ആണ് ബ്രെയിൻ ഹെൽത്തിന് നമ്മൾ ഏതെങ്കിലും മെഡിക്കേഷൻ. നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് തന്നെ ഒരുവിധം ബ്രെയിൻ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഇഷ്യൂസ് നമുക്ക് കൺട്രോളിൽ നിർത്താം. അത് നമ്മുടെ കൈവിട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഒരു മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ആ സ്റ്റേജിലേക്ക് എത്താതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. അതിനുവേണ്ടി നമ്മൾ ഈ കുറച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ട് നടത്താൻ പറ്റും. ഇപ്പൊ ഞാൻ ഒരു കോട്ടും കൂടെ പറഞ്ഞിട്ട് നിർത്താം. നെൽസൺ മണ്ടേല പറഞ്ഞ പോലെ തന്നെ ഐ വാസ് ഇൻ ജയിൽ ഫോർ 27 years ബട്ട് മൈ മൈൻഡ് വാസ് നെവർ ഇൻ ജയിൽ. നമ്മളാണ് അനാവശ്യമായിട്ട് നമ്മുടെ
ഓരോരോ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിട്ട് നമ്മളെ തന്നെ ജയിലിനുള്ളിലേക്ക് അടക്കണേന്. നമുക്ക് ഇത്രയും ഹ്യൂജ് നെറ്റ്വർക്ക് ഉണ്ട്, നമുക്ക് ഹ്യൂജ് കണക്ഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി ഹാവ് ബില്യൺ കണക്ഷൻസ്. ഈ കണക്ഷൻസ് ഓരോന്നും ഒന്നിനു പുറകെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ the total distance covered will be from Earth to Moon, and you can come back to Earth and wind the Earth around 6 times. അത്ര ഹ്യൂജ് നെറ്റ്വർക്ക് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും കൺസിഡർ ചെയ്യാതെ നമ്മൾ അനാവശ്യമായിട്ട് എൻവയോൺമെന്റ് ആണ് അല്ലെങ്കിൽ മറ്റുള്ളവരാണ് നമ്മുടെ ഈ ഒരു മെന്റൽ ഇഷ്യൂസിന് കാരണം, അല്ലെങ്കിൽ നമ്മളെ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യണം മറ്റുള്ളവരാണെന്ന് നമ്മൾ അനാവശ്യമായിട്ട് ചിന്തിച്ച് കൂട്ടുകയാണ്. ആക്ച്വലി എവറിത്തിങ് ഈസ് ഹാപ്പനിങ് വിത്തിൻ യു. ഇപ്പൊ നമ്മൾ കറക്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ആ ആറ്റിറ്റ്യൂഡിൽ അല്ലെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നാൽ തന്നെ നമുക്കൊരു ഹെൽത്തി കണ്ടീഷനിലേക്ക് മാറാം. ആൻഡ് ഐ തിങ്ക് ജസ്റ്റ് ബൈ ഇൻട്രൊഡ്യൂസിങ് ദീസ് സ്മോൾ ചേഞ്ചസ് യു ക്യാൻ റിയലി മേക്ക് എ ഡിഫറൻസ്. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നത്. താങ്ക് യു. താങ്ക് യു സർ. പവർ പാക്ക്. അതായത് ഇത്രയും നെറ്റ്വർക്കിന്റെ, നമ്മൾ മൊബൈൽ നെറ്റ്വർക്കിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തില് ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ എപ്പോഴും പറയും, ഇവന്റ് പ്ലസ് റെസ്പോൺസ് ഈക്വൽ ടു ഔട്ട്കം എന്നുള്ളത്. അതായത് നമ്മുടെ റെസ്പോൺസ് ചേഞ്ച് ചെയ്താൽ വി ക്യാൻ ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ ദ ഔട്ട്കം. ആ ലൂപ്പ്, പിന്നെ ആ ഇവന്റ്, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ സീരിയൽ കാണുന്നവര് അവരുടെ ഔട്ട്കം അതാണ്, ഇവന്റ് വീണ്ടും ആ ലൂപ്പിൽ കിടന്ന് കറങ്ങും. അപ്പൊ ഇനി ഈ ഒരു ഇങ്ങനെയുള്ള കല്ലേലിയച്ചൻ, അഗസ്റ്റിൻ കല്ലേലിയച്ചൻ ക്ലാസ് എടുത്തപ്പോഴും പറഞ്ഞു, സ്പിരിച്വാലിറ്റിയെ കുറിച്ച് എടുത്തപ്പോ പറയണ്ടായി, കുറച്ച് സ്പിരിച്വലി അവേക്കൻ ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഒരുപാട് പേരിലേക്ക് സാറ് പറഞ്ഞ പോലെ ഇത് നമ്മളിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് സർ. ഇത്രയും, അതായത് നാക്കിന്റെ അക്രഡേഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം സ്ട്രെസ് ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാം. അതിന്റെ ഇടയിൽ ഇത്ര വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു ആ ഒരു ഈച്ച് PPT. അതിന്റെ എഫേർട്ട് നമുക്ക് അതിന്റെ പിന്നിലുള്ളത് അറിയാൻ പറ്റുന്നുണ്ട്. ഒരുപാടധികം നന്ദി ഈ 3 അസോസിയേഷന്റെ പേരിൽ പറയാണ്. ഓൺ ദ ഒഫീഷ്യൽ നോട്ട് ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് നമ്മുടെ പ്രചോദനം എപ്പോ പരിപാടി നടത്തിയാലും നമ്മുടെ കൂടെ ഉള്ള രഘുനാഥൻ സാറിനെയാണ് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. സാറ് കൊച്ചിൻ റിഫൈനറിന്ന് റിട്ടയർ ചെയ്ത് മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആൻഡ് കോർപ്പറേറ്റ് ട്രെയിനർ കൂടിയാണ്. So we welcome you sir for the vote of thanks. Yes, one second, and mute option there. Now it will be okay sir. Okay. കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഈ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയോടനുബന്ധിച്ച് പ്രചോദന സംഘടിപ്പിച്ച 10 ദിവസത്തെ പ്രഭാഷണ പരമ്പരയുടെ പരിസമാപ്തിയാണ്. എന്തുകൊണ്ടും നല്ലൊരു പ്രഭാഷണം വെച്ചാണ് നമ്മൾ ഇതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഡോക്ടർ ബേബി ചക്രവാണി സാറിന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് ആൻഡ് ഓവറോൾ വെൽനസ് എന്നായിരുന്നു. ന്യൂറോ സയൻസ് ആണ് സബ്ജക്ട്. സാറ് പറഞ്ഞ പോലെ 100 ബില്യൺ ന്യൂറോൺസ്, മോസ്റ്റ് കോംപ്ലക്സ് എൻറ്റിറ്റി അല്ലെങ്കിൽ ഓർഗാൻ ഇൻ ദിസ് വേൾഡ്, പ്രപഞ്ചത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു സാധനത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെ ആ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ ചിലപ്പോൾ നമുക്ക് കുറെ പേരെ കിട്ടിയെന്ന് വരും. പക്ഷെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന വിധത്തില് വളരെ ലളിതമായി അത് പറഞ്ഞു തന്നു എന്നുള്ളതാണ് ഈ ഡോക്ടർ ബേബി ചക്രവാണി സാറിന്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര മനോഹരമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലും അത് എങ്ങനെ നമ്മൾ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, അത് എങ്ങനെ നമുക്ക് പ്രായോഗികമായിട്ട് പരിഹരിക്കാം എന്നുള്ളത് പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു ബ്യൂട്ടി ആയിട്ട് ഞാൻ കാണുന്നത്. നമുക്ക് സമയക്കുറവായിട്ടുള്ളത് കാരണം ഞാൻ അതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ആ പറഞ്ഞു തന്ന കാര്യങ്ങള് പലപ്പോഴും ആ സ്ലീപ്പ് എന്നുള്ളൊരു കാര്യം നമ്മൾ പണ്ട് വിചാരിച്ചിരിക്കുന്നത് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുക എന്നാണ് സ്ലീപ്പ് എന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന ഒരു സംഗതി, അതിന്റെ ന്യൂറോ സയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് സ്ലീപ്പിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ എത്ര പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് സ്ലീപ്പ് എന്ന് പറയുന്നത് പോലെ കുറെ കാര്യങ്ങൾ രാവിലെ എണീറ്റ് നമുക്ക് ചെയ്യുന്നതിന്റെ ബ്രെയിൻ ഹെൽത്തിന്റെ ഹൈജീൻ എന്തൊക്കെയായിരിക്കണം. സത്യത്തിൽ രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ എനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നി, നമ്മൾ കിടന്നുറങ്ങുന്നത് ഒരിക്കലും ഉറക്കം വരാത്ത ന്യൂസ് കേട്ടിട്ടും FIR കേട്ടിട്ടും രാഷ്ട്രീയ ചർച്ചയും കേട്ടിട്ടാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഉറങ്ങരുത് എന്ന് ഈ ചാനലുകാർ നമ്മളോട് പറയുന്നത്, നിങ്ങൾ സമാധാനമായിട്ട് ഒരിക്കലും കിടന്നുറങ്ങരുത് എന്ന് പറയുന്ന കുറെ പങ്ക്തികളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ആ പരിപാടി വെച്ചാണ് നമ്മൾ ജീവിതം അവസാനിപ്പിക്കുന്നത്. അപ്പൊ എത്ര വിചിത്രമായ ഒരു ജീവിത രീതിയാണ്
നമ്മൾ പിന്തുടരുന്നത് എന്തായിരിക്കരുത് എന്ന് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച്, നമുക്ക് സമയക്കുറവായിരുന്നു, ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പൊ സാറിന് ഈ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഔപചാരികമായിട്ട് ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് തുറന്നു പറയുകയാണ്. ഒരു കാര്യം കൂടെ പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാം 10 ദിവസം നീണ്ടു നിൽക്കുന്ന അങ്ങനെ ഒരു പ്രോഗ്രാം നടപ്പാക്കുക എന്ന് പറയുന്നത് വളരെ ടയർസമായിട്ടുള്ള, തീർച്ചയായിട്ടും ഒരു ടോട്ടൽ കമ്മിറ്റ്മെന്റ് ആവശ്യമുള്ള ഒരു പരിപാടിയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവിടെ 3 തരത്തിലുള്ള റോളുകളായിരുന്നു നമുക്ക്. പ്രചോദനയ്ക്ക് ഒരു റോൾ ഉണ്ടായിരുന്നു, ഫാക്കൽറ്റി മെമ്പേഴ്സിന് ഒരു റോൾ ഉണ്ടായിരുന്നു, പാർട്ടിസിപ്പൻസിന് ഒരു റോൾ ഉണ്ട്. ഇവിടെ ഉള്ളൂര് പറഞ്ഞ പോലെ വേഷം എനിക്കെന്തെന്ന് വിധിപ്പത് വിഭവ ഭവചിത്തം വിശ്വപ്രിയനായി നടനം ചെയ്വത് വിധേയനൻ കൃത്യം. ഈ 3 റോൾ ഹോൾഡേഴ്സും വളരെ മനോഹരമായി, ആ വേഷം എനിക്കെന്തെന്ന് പറഞ്ഞത് നമ്മുടെ റോളാണ്. ഈ 3 ഗ്രൂപ്പുകളും അവരുടെ റോള് വളരെ മനോഹരമായി കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ചും ഈ പ്രചോദനയുടെ ഭാഗത്ത് നിന്ന് ആലീസ് മാഡവും ഡോക്ടർ ഉഷ മാഡവും അവരുടെ ആ ടോട്ടൽ കമ്മിറ്റ്മെന്റ്, ഇടയ്ക്കിടയ്ക്ക് പല ഗ്രൂപ്പുകളിൽ ആ മെസ്സേജസും റിമൈൻഡറും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് ഈ പരിപാടിക്ക് അറ്റൻഡ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ കുറച്ച് ചാലഞ്ചസ് ഒക്കെ ഇടയ്ക്ക് ഉണ്ടായി. ഒരാൾക്ക് ദേഹവിയോഗം കാരണം വരാൻ പറ്റിയില്ല, വേണമെങ്കിൽ അന്നത്തെ പരിപാടി വേണമെങ്കിൽ മാറ്റിവെക്കായിരുന്നു. പക്ഷെ അവരൊരിക്കലും അത് മാറ്റിവെച്ചില്ല. ദേ ഫൗണ്ട് ഔട്ട് ആൻ ഈക്വലി കോമ്പിറ്റന്റ് പേഴ്സൺ ടു ഡു ദാറ്റ്. അവിടെയാണ് ഞാൻ അതിന്റെ ആ ഭംഗി, അവരുടെ ടോട്ടൽ കമ്മിറ്റ്മെന്റ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറയുന്നത് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ ടോട്ടൽ കമ്മിറ്റ്മെന്റ്. അപ്പൊ ഞങ്ങളുടെ എല്ലാവരും പാർട്ടിസിപ്പൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നിങ്ങളുടെ എല്ലാവർക്കും, ആ പ്രചോദനയുടെ ടോട്ടൽ ടീമിന് ഞങ്ങളുടെ പാർട്ടിസിപ്പൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അത് എന്റെ ഒരു അവകാശമായിട്ട് ഞാൻ എടുക്കുവാണ്. മറ്റൊരു കാര്യം, 10 ദിവസം ഓരോ പാർട്ടിസിപ്പൻസും എന്ന് പറഞ്ഞാൽ, ഓരോ ഫാക്കൽറ്റി എന്ന് പറഞ്ഞാല് ആ ഓരോ ദിവസവും അതാത് മേഖലയിൽ വളരെ പ്രാവീണ്യം നേടിയവരായിരുന്നു ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത്. ദേ ആർ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ് ഇൻ ദാറ്റ് റിലവന്റ് ഫീൽഡ്. പക്ഷെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, ഈ അറിവ് പങ്കുവെക്കുമ്പോഴും അതൊരു പാണ്ഡിത്യ പ്രകടനമാക്കാതെ സഹജീവികൾക്കും സമൂഹത്തിനും വേണ്ടി ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നായിരുന്നു അവർ പറഞ്ഞു തരുന്നത്. അതാണ് അതിന്റെ ആ സബ്ജക്ട്. ഞങ്ങളുടെ അറിവ് പ്രകടിപ്പിക്കുക എന്നുള്ളതല്ല, ഈ അറിവ് സമൂഹത്തിന് എങ്ങനെ ഉപയോഗപ്പെടണം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. ആ കാരുണ്യത്തിന്, ആ മഹാമനസ്കതയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആ അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ, സാറിനുൾപ്പെടെ ഇന്ന് സംസാരിച്ച ചക്രവാണി സാറിനുൾപ്പെടെ ആ അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയാണ്. പിന്നെ ഈ സഹജീവികളുടെ വേദന മനസ്സിലാക്കി കാഴ്ചക്കാരായി നോക്കി നിൽക്കാതെ കർമ്മഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന കർത്തവ്യ നിരതരായിരിക്കാനുള്ള ഒരു ഉത്ബോധനം കൂടിയായിരുന്നു ഈ 10 ദിവസത്തെ ക്ലാസ്സും. നമ്മൾ വെറും പാർട്ടിസിപ്പൻസ് മാത്രമല്ല, നമ്മൾക്കും, നിങ്ങളൊരു ട്രെയിൻഡ് ഡോക്ടർ അല്ലായിരിക്കാം, നിങ്ങളൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് അല്ലായിരിക്കാം, നിങ്ങളൊരു സാധാരണക്കാരനായിരിക്കാം. പക്ഷെ നിങ്ങൾക്കും റോളുകൾ ഉണ്ട് എന്നുള്ളത് ഈ 10 ദിവസത്തെ പ്രോഗ്രാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതില് അമിഗ്ഡല ഹൈജാക്കിംഗ് മുതൽ IPC വരെ, ഇന്ത്യൻ പീനൽ കോഡ് വരെ നമ്മൾ ചർച്ച ചെയ്തു. പല സാഹചര്യങ്ങളിലായിട്ട് സെൽഫ് ഡിഫൻസിന്റെ കാര്യത്തിൽ സെക്ഷൻ 84 ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് വളരെ വൈവിധ്യമാർന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് 2 കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സാധാരണഗതിയിൽ ഈ ഡോക്ടർമാർ അനാവശ്യമായിട്ടുള്ള മരുന്നും ടെസ്റ്റുകളൊക്കെ നടത്തുന്നു എന്ന് നമ്മൾ പരാതിപ്പെടാറുണ്ട്. പക്ഷെ ഞാനൊരു മരുന്ന് കുറിക്കുമ്പോൾ നിർധനനായ ഒരു രോഗിയുടെ ഒരു നേരത്തെ ഭക്ഷണമാണ് ഇല്ലാതാകുന്നത് എന്ന് ചിന്തിക്കുന്ന ഡോക്ടർമാർ ഈ ലോകത്തുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി. നമ്മളെപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ കേൾക്കാനുള്ളൂ, പക്ഷെ പോസിറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല. അതുപോലെ രോഗിയുടെ കഷ്ടപ്പാടുകൾ തീർച്ചയായിട്ടും വലുതാണ്, പക്ഷെ കൂടെയുള്ളവർ അനുഭവിക്കുന്ന ആ നിശബ്ദ ദുഃഖങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ അവരെ ബൈസ്റ്റാൻഡർ എന്ന് വിളിച്ചിട്ട് ഇത്രയും കാലം ബൈസ്റ്റാൻഡർ എന്നാ വിളിച്ചിരുന്നത്. അവർ ബൈസ്റ്റാൻഡർ അല്ല, അവര് തീർച്ചയായിട്ടും പരിഗണന അർഹിക്കുന്ന കെയർ ഗിവർ എന്നുള്ള പോസ്റ്റിലേക്ക് നമ്മൾ അവർക്ക് പ്രൊമോഷൻ കൊടുത്തു ഈ പ്രോഗ്രാമിലൂടെ. അങ്ങനെ തീർച്ചയായിട്ടും ഈ സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഈ ഇങ്ങനെ നല്ലൊരു പ്രോഗ്രാം ഈ വേൾഡ് ഹെൽത്ത് ഡേയോടനുബന്ധിച്ച് ആരെങ്കിലും ഇത്ര നല്ലൊരു പ്രോഗ്രാം ഈ ലോകത്തിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണ പരമ്പര എന്ന് പറയുന്നത് അതിന്റെ ചുക്കാൻ പിടിച്ച എല്ലാവർക്കും, ഇതില് പ്രഭാഷണം നടത്തിയ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ് എല്ലാ ഡോക്ടർമാർക്കും അതിലെ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സിനും ഈ പാർട്ടിസിപ്പൻസിന്റെ എല്ലാവരുടെയും പേരിൽ ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ ഫോർ ദാറ്റ്. എന്താ പറയണേ, ബ്യൂട്ടിഫുൾ വേർഡ്സ്. നമ്മൾക്ക് സമയക്കുറവായതുകൊണ്ട് ആലിസ് മാഡം 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കണം മാം. താങ്ക് യു ഉഷ. ഞാൻ എന്താ പറയാ, ഇത് 10ാമത്തെ ദിവസം
ആരെ വേണം എന്ന് ഓരോ ദിവസവും ഞങ്ങൾ ഓരോരുത്തർ ചാർട്ട് ഔട്ട് ചെയ്തപ്പോൾ 10ാമത്തെ ദിവസം ആരെ വേണം എന്ന് തീരുമാനിച്ചപ്പോൾ ഒറ്റ വേർഡേ ഉണ്ടായിരുന്നുള്ളൂ, ചക്രപാണി സാർ എന്നുള്ളത്. സാറിന്റെ സമയം ഉണ്ടാവുമോ എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിരുന്നുള്ളൂ, കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം സാറ് ഇപ്പം ഇതിനേക്കാൾ നല്ലൊരു വോട്ട് ഓഫ് താങ്ക്സ് ഇനി നമുക്ക് കേൾക്കാനില്ല. കാരണം ഇദ്ദേഹം നമ്മുടെ 10 ദിവസം അറ്റൻഡ് ചെയ്ത ഒരാളാണ്. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്യണ്ട് എന്നുള്ളൊരു സന്തോഷം കൂടി എനിക്ക് തോന്നി. ഞാൻ റീസെന്റ് കീബോർഡിന് ജോയിൻ ചെയ്തു. അപ്പം എനിക്ക് തന്നെ തോന്നി, ദൈവമേ, എന്റെ ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞത് 2ാം ക്ലാസ്സിലെ കുട്ടിയാണ്. എന്റെ കൂടെ പഠിക്കുന്ന കുട്ടി 2ാം ക്ലാസ്സിലെ കുട്ടിയാണ്. അപ്പൊ ഞാൻ ഉഷയോട് പറയായിരുന്നു, എന്റെ ക്ലാസ്മേറ്റ് 2nd സ്റ്റാൻഡേർഡിലെ കുട്ടിയാണ്, ഞാനിങ്ങനെ ജോയിൻ ചെയ്തു. എനിക്കതൊന്നും ഇതുവരെ ഒരു മ്യൂസിക്കിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഞാൻ ഈ റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനും എപ്പോഴും പറയുമല്ലോ സാറ് ക്ലാസ്സുകളിലൊക്കെ. അപ്പൊ അതിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ജോയിൻ ചെയ്തതാണ്. അപ്പൊ ഞാനിപ്പോ അത് എൻജോയ് ചെയ്യാണ്. അത് ചക്രപാണി സാറിന്റെ ഇതില് ലേണിംഗ് ന്യൂ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കേട്ടപ്പോ ഞാൻ ആലിസ് മാഡത്തിന്റെ മുഖത്തേക്ക് മാഡം ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ തുടക്കത്തിൽ ഇതൊക്കെ പറയുകയാണെങ്കിൽ, തുടക്കത്തിൽ ഈ ഉദ്ബോധിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ അത് കണ്ട് ഇതിന്റെ തുടക്കത്തിൽ കുറച്ച് അതിനകത്തൊക്കെ ആക്റ്റീവ് ആയിരുന്നു. പിന്നെ നമ്മൾ കൊറോണയൊക്കെ വന്നു. പിന്നെ ഞാൻ ഷിഫ്റ്റ് ടു പെരുമ്പാവൂർ. എനിക്കപ്പോൾ അതിനകത്തൊന്നും ജോയിൻ ചെയ്യാനായിട്ടുള്ള പറ്റില്ലായിരുന്നു. പിന്നെ അതും എനിക്ക് ഇഷ്ടപ്പെട്ട, സ്കൂളുകളിലൊക്കെ പോയിട്ട് ക്ലാസ് എടുത്ത് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. കുട്ടികളെ കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം അവരുടെ കണ്ണീന്ന് തന്നെ കണ്ണീര് വരുന്നു. കാരണം വീട്ടിലൊരു അൽഷിമേഴ്സ് രോഗിയുണ്ട്, അവരോട് ഇങ്ങനെയൊന്നും അല്ല ഞങ്ങൾ പെരുമാറിയിരുന്നത്, എൻ്റെ അമ്മ അച്ഛനും പെരുമാറുന്ന തെറ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സാറ് സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളായതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ വന്നത്. പിന്നെ സാറിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഇപ്പൊന്നും വേണ്ട, സാറിന് സൗകര്യമുള്ളപ്പോൾ മതി. ഗട്ട് ബ്രെയിൻ ആൻഡ് മെന്റൽ ഹെൽത്തും അത് ഞങ്ങളിപ്പം പ്രചോദനയുടെ 3rd ആനിവേഴ്സറിയോടനുബന്ധിച്ച് ലീവ് ലെറ്റ് ലീവ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് എല്ലാ മാസവും. ഈ മാസം ഇതുള്ളതുകൊണ്ട് ഞങ്ങൾ ഇല്ലാന്ന് വെച്ചതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു മാസത്തിൽ, അടുത്ത ജൂൺ വരെ ഉള്ള മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ സാറ് ഞങ്ങൾക്ക് അത് എടുത്തു തരണം. കാരണം വളരെയധികം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ താങ്ക് യു സോ മച്ച് സർ. പിന്നെ ഈ പാർട്ടിസിപ്പൻസിനോട് ഒരു കാര്യം പറയാനുള്ളത്, ഒരു ഗൂഗിൾ ഫോം